എനിക്കിവിടുന്ന് പറയാൻ കഴിയില്ല, ഞാനിപ്പോ സ്റ്റേജുമല്ലേ ഉള്ളത്. വെള്ളം കിട്ടുന്ന സ്ഥലം കുറ്റിക്കാരന് പറയാൻ പറ്റുമോതാ? കുറ്റിക്കാരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. വെള്ളം ഭൂഗർഭശാസ്ത്രം എന്നൊരു സംഗതിയുണ്ട്. ഭൂമിയുടെ ഉള്ളിലുള്ളത് മേലെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിവരം, അതിനാണ് ഭൂഗർഭശാസ്ത്രം എന്ന് പറയുന്നത്. ആ ഭൂഗർഭശാസ്ത്രം അറിയുന്ന ആളുകൾക്ക് ഭൂമിയുടെ ഉള്ളിലുള്ള സംഗതികൾ മേലെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതില്ലെന്ന് പറഞ്ഞുകൂടാ. ആ ശാസ്ത്രീയമായ അറിവ് പഠിച്ചുകൊണ്ടറിയലും ഉണ്ട്, ചിലർക്ക് അല്ലാഹു തആല ലദുന്നിയായി കൊടുക്കലും ഉണ്ട്. ഞാന് മേപ്പയ്യൂരിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് വേണ്ടി ഒരു 4 ഏക്കർ സ്ഥലം എടുത്തു. സിറാജുൽ ഹുദയുടെ കീഴിൽ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ വെള്ളം കിട്ടൂല എന്നത് മനസ്സിലായത്. ബിൽഡിങ്ങിന്റെ പണിയും തുടങ്ങിപ്പോയി, പള്ളിന്റെ പണിയും തുടങ്ങിപ്പോയി, സ്കൂളിന്റെ പണിയും തുടങ്ങിപ്പോയി, ഒക്കെ തുടങ്ങിപ്പോയി. വെള്ളം കിട്ടൂല, ഭയങ്കര കൂടും. അങ്ങനെ അപ്പുറത്ത് വേറൊരു സ്ഥലം വാങ്ങി 2.25 ലക്ഷം ഉറുപ്പ്യന്റെ ഒരു സ്ഥലം കിണറ്റിന് വേണ്ടി മാത്രം വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ വാങ്ങാൻ തീരുമാനിച്ചപ്പോ ഞാൻ അവരോട് പറഞ്ഞു, വെള്ളം കിട്ടുമെങ്കിലേ എടുക്കുള്ളൂ, കിണർ കുഴിച്ചു നോക്കിയിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കിണർ കുഴിച്ചു നോക്കിയിട്ട് അവിടെയും വേണ്ട പോലെ വെള്ളം കിട്ടിയില്ല. അപ്പൊ കിണറ്റിന്റെ പൈസ അതും കല്ലത്തായി എന്ന് പറയാ. അങ്ങനെ കുടുങ്ങി. അപ്പോ ഈ സ്ഥലത്ത് ഭൂഗർഭശാസ്ത്രത്തിന്റെ വിവരമുള്ള ആളാണെന്ന് പറയപ്പെടുന്ന ഒരാള് നമ്മൾ കയ്യിലുള്ള സ്ഥലത്ത് തന്നെ വന്നിട്ട് മലന്റെ മുകളിലൊരു സ്ഥലം കാണിച്ചു കൊടുത്തു, ഇവിടെ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. എനിക്കത് അത്ര മനസ്സിന് പിടിച്ചില്ല. അവിടെ എങ്ങനെ വെള്ളം കിട്ടാനാണ് ഇങ്ങനെ തോന്നി. അങ്ങനെ കാസർഗോഡ് ഭാഗത്തിന്റെ ഒരു സംസാരശേഷിയില്ലാത്തൊരു തങ്ങൾ, ചെറുപ്പക്കാരനാണ്. എന്റെ അതിന്റെ സദസ്സിലെല്ലാം വരും, ഉറച്ച സുന്യ, സംസാരിക്കാൻ കഴിയില്ല, തങ്ങളാ. അപ്പോ ഈ തങ്ങള് കിണറ്റിന് സ്ഥലം കാണിച്ചു കൊടുക്കാൻ ഭയങ്കര സമർത്ഥനാണ് എന്നോട് അവിടെ കുഴൽ കിണറിന്റെ ഏർപ്പാടുള്ള മുതലാളിമാർ പലരും എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ തങ്ങളെ ഒരു ദിവസം ക്ഷണിച്ചു വെച്ച്, അങ്ങനെ ഈ തങ്ങളെ കൊണ്ടുവന്നു. ഇവിടെയും വെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ട്, നമ്മൾ ഈ സ്ഥലത്ത് വെള്ളം കിട്ടൂല. നമ്മളെ ഈ ബൗണ്ടറി, ഈ ആളുകൾ നിൽക്കുന്ന ഈ പറമ്പ്, ഈ പള്ളി നിൽക്കുന്ന സ്ഥലം, ഈ ബാക്കിലുള്ള സ്ഥലം ഒട്ടാകെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു കിട്ടിയാലോ ഇവിടെ ഒരു സ്ഥലത്തും വെള്ളം കിട്ടൂല. ഒരു സ്ഥലത്തും ഈ ബൗണ്ടറിയിൽ ഈ ബാക്കിലുള്ള സ്ഥലത്തും വെള്ളം കിട്ടൂല, ഈ സ്ഥലത്തും വെള്ളം കിട്ടൂല, ഇങ്ങനത്തെ സ്ഥലത്തൊന്നും വെള്ളം കിട്ടൂല. അവസാനം എവിടെങ്കിലും കിട്ടും, ഒരു സ്ഥലത്തും കിട്ടൂല. സംഗതി ഇവിടെ കുഴിച്ച എല്ലാ കിണറും പരാജയം. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ മേപ്പയ്യൂർ പറഞ്ഞേച്ചു. ഇസ്മായിൽ സഖാഫിയ കൊണ്ടുപോയി മേപ്പയ്യൂരിൽ പോയി മൂപ്പർ ഇങ്ങനെ മലയമ കൂടി നടന്ന് നേരത്തെ ആ ഭൂഗർഭശാസ്ത്രം അറിയുന്ന ആള് എന്ന് പറഞ്ഞ ആള് കാണിച്ചു കൊടുത്തൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ നേരെ പോയി അവിടെ നിന്നിട്ട് പറഞ്ഞു ഇവിടെ കിട്ടൂന്ന് പറഞ്ഞു. അപ്പൊ പഠിച്ചിട്ട് പറഞ്ഞ അയാൾ പറഞ്ഞത് ഒരു പഠിപ്പില്ലാത്ത ഈ നാവെടുത്തൂടാത്ത തങ്ങൾ പറഞ്ഞു ഒരേ സ്ഥലം. അപ്പൊ എനിക്കൊന്ന് എന്തായാലും അവിടെ ഒന്ന് കുഴിച്ചു നോക്കണമെന്ന് തോന്നി. കുഴിച്ചൊരു 10-13 കോലില്ലേ, 10-13 കോല് കുഴിച്ചിട്ടുണ്ടാവും. കുഴിച്ചു കഴിയുമ്പോഴേക്ക് അടി കൂടി ഒരു പുഴ തന്നെ ഒഴുകുന്ന മാതിരി വെള്ളം, വലിയ ചാല്, വെള്ളം ധാരാളം. അപ്പോ കിണറ്റിന് സ്ഥലം നിർണയിക്കലൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയരുത്. പക്ഷേ ഒരു കാര്യം കേട്ടോ, അസ്മാവിന്റെ ചികിത്സ ഉണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും അസ്മാവികാരും പറഞ്ഞിരിക്കുന്നവരൊക്കെ നല്ലവരാണ്. 98% തട്ടിപ്പേരാണ്. ഈ അസ്മാവിന്റെ ചികിത്സ എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടല്ലോ, 98% തട്ടിപ്പേരാണ്. അതുപോലെ ഇത്തരം കാര്യത്തിന് ഇറങ്ങുന്ന ഏകദേശം ആളുകളും വിവരമില്ലാത്തവരാണ്. പക്ഷേ മുഴുവനും നമ്മളത് തള്ളാൻ പാടില്ല. വിവരമുള്ളവരും ഉണ്ട്, അതറിയുന്നവരും ഉണ്ട്. ചിലര് കാണിച്ചു കൊടുത്താൽ കൃത്യത്തിന് കിട്ടും, ചില സംഗതിന്റെ വർക്കത്തോടും കിട്ടും, അറിയാണ്ട് എന്നെയും കിട്ടും. മണ്ണൂർ എന്നൊരു സ്ഥലമുണ്ട്, തൊട്ടിൽ നമ്മുടെ കുറ്റിയാടിക്കടുത്ത്. ഇവിടെ മണ്ണൂർക്കാർ വല്ലതും ഉണ്ടാവും. 2 ഭാഗവും പാറയാണ്, എല്ലാ ഭാഗവും പാറയാണ്. മണ്ണൂർ എന്നാ പേര്, പക്ഷെ പാറൂർ എന്നാ പേര് പറയേണ്ടത്. അവിടെ നമ്മളൊരു പള്ളി ഉണ്ടാക്കി, അവിടെ ഒരു സ്ഥലത്ത് വെള്ളം കിട്ടണം. ഞാനിതൊന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ ഒരു സ്ഥലം കാണിച്ചു കൊടുത്ത് അവിടെ കുഴിച്ചപ്പോ ധാരാളം വെള്ളം കിട്ടി. അപ്പുറം ഇപ്പുറം പറയാൻ അവിടെ മാത്രം വെള്ളം കിട്ടി. എനിക്കിതിനെ പറ്റി ചൂക്കും അറിയില്ല. അപ്പൊ എനിക്ക് അള്ളാഹു തആല തോറ്റിയെടുത്ത സ്ഥലം കാണിച്ചു കൊടുത്താണ് അവിടെ വെള്ളവും കിട്ടി. അങ്ങനെ ചിലപ്പോൾ ലക്കി അടിക്കുകയും ചെയ്യും. അത് പഠിച്ചിട്ടല്ല, അത് കോഴി ചിന്തുമ്പോ ചിലപ്പോ എസ് എന്നൊക്കെ എഴുതിപ്പോയാൽ കോഴിക്ക് ഇംഗ്ലീഷ് അറിയാൻ ആരും വിചാരിക്കണ്ട, അത് ചിന്തുമ്പോ എഴുതിപ്പോയതാ. മറ്റൊന്ന്, LICയിൽ മുസ്ലിങ്ങൾ വ്യാപകമായി ചേരുന്നുണ്ട്. അങ്ങനെ വ്യാപകമായി ചേരാൻ മാത്രം ജുമയ്ക്ക് പോകുന്ന കാര്യമൊന്നും അല്ലത്. അതുകൊണ്ട് അങ്ങനെ വ്യാപകമായി ചേരേണ്ട സംഗതിയല്ല അത് എന്നും പലിശയുമായി ബന്ധപ്പെടുന്ന ഏർപ്പാടുകളാണെങ്കിൽ പാടില്ലാത്തതാണെന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തും. മംഗലം കഴിക്കുമ്പോ തറവാടിന്റെ നിയമം എന്താണ്? തറവാട് നോക്കണം. അലി ബാബയ്ക്ക് തങ്ങളെ തറവാടിനോട് ചോദിക്കുന്ന തറവാട് എനിക്കില്ല. കാരണം ഖുറൈശി തറവാടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബാണ്.
അപ്പോ എനിക്ക് തങ്ങന്മാരെ ഓളെ കെട്ടണമെന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്റെ തറവാട് അതിനോട് യോജിക്കൂല, റസൂലുള്ളാഹിന്റെ തറവാടിനോട് യോജിക്കൂല. അപ്പൊ തറവാടൊക്കെ ഉണ്ട്, തറവാടില്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ തറവാട്ടുകാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് സാധുക്കളത് പിടിച്ചെടുത്ത ചില മുതലാളിമാരെ മക്കള് ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ് തന്നെ പഴയ സാധുക്കള് നല്ലോണം പിടിച്ചെടുത്ത ഉപ്പാപ്പയാണ്. ആ അർത്ഥത്തിൽ തറവാടിത്തം കാണിക്കുന്നത് ശരിയല്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബം, സജ്ജനങ്ങളുടെ കുടുംബം, മഹാന്മാരുടെ കുടുംബം എന്ന നിലക്കാണ് തറവാടിന്റെ മഹത്വം വരുന്നത്. കൂടുതൽ കാലം ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ളവർ ഇത്തരമാണ് തറവാട്ടിന്റെ മാനദണ്ഡം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖൈറുക്കും ഫിൽ ജാഹിലിയ്യത്തി ഖൈറുക്കും ഫിൽ ഇസ്ലാം ഇദാ ഫഖഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജാഹിലിയ്യ കാലത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഉന്നതന്മാരായി പറയപ്പെട്ടവർ ഇപ്പോഴും ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ അവർ ഉന്നതന്മാർ തന്നെയാണ് എന്ന് പറഞ്ഞു. ഉണ്ടാകുന്ന 4 ഖുലഫാഉർ റാഷിദീങ്ങളും ഖുറൈശി തറവാട്ടുകാരാണല്ലോ. അൽ-അയിമ്മത്തു മിൻ ഖുറൈശ്, അതേ ഭരണാധികാരികൾ ഖുറൈശികളിൽ നിന്നാണ്, ഇമാമിങ്ങൾ ഖുറൈശികളിൽ നിന്നാണ് എന്ന് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മദ്ഹബിന് അതും കൂടി ഒരു ശക്തി നൽകുന്നുണ്ട് എന്ന് ഇമാം സുബ്കിയെ പോലുള്ളവർ വിശദീകരിച്ചിട്ടും ഉണ്ടല്ലോ. മാനവും അഭിമാനവും തറവാട്ടുകാരുടെ കുത്തകയാണോ? ഒരിക്കലും അല്ല. എല്ലാവരുടെയും മാനവാഭിമാനമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് വെറും തറവാട്ടുകാർ എന്ന് പറയപ്പെടുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് മാനവാഭിമാനം. പക്ഷേ മാനവാഭിമാനം വ്യത്യാസമില്ല. അങ്ങാടിയിൽ തോട്ടെടുക്കുന്ന ഒരാളുടെ അഭിമാനത്തിൽ ഒരു കേടും വരൂല. അങ്ങാടിയിലൂടെ അദ്ദേഹം മുട്ടുപൊക്കലിനിടയിലുള്ള തുണി കൊടുത്ത് അവരത്തും മറിച്ച് ഒരു കെട്ടുകൊടുത്തു പോയാൽ അഭിമാനത്തിന് കേടൊന്നും വരൂല. നേരെ മറിച്ച് ഇപ്പൊ മഞ്ഞനാട് ഉസ്താദ് മുട്ടുപൊക്കലിനിടയിലുള്ള തുണി കൊടുത്തിട്ട് അങ്ങാടി കൂടി നടന്നാലോ അത് അവിടുത്തെ അഭിമാനത്തിന് കേട് വരും. അപ്പൊ എല്ലാവർക്കും അഭിമാനം ഒരുപോലെ അല്ല, അതിന് വ്യത്യാസമുണ്ട്. അത് അങ്ങാടിക്കാരനാണ്, പണ്ഡിതന്മാരാണ്, തങ്ങന്മാരാണ് ഓരോരുത്തരും. അതുകൊണ്ടാണ് അങ്ങാടിയിലൂടെ പണ്ഡിതന്മാര് തലമറക്കാതെ നടന്നാൽ അവരെ സാക്ഷിക്ക് പറ്റൂല. നേരെ വെച്ച് ചുമട്ടുതൊഴിലാളികൾ തലമറക്കാതെ പോയാലും അവർ സാക്ഷിക്ക് പറ്റൂ. അപ്പൊ ചുമട്ടുതൊഴിലാളികൾ നാദാപുരത്തങ്ങാടിയിൽ തലമറക്കാണ്ട് വന്ന് ധാരാളം ചുമട്ടുതൊഴിലാളികൾ ഉണ്ടാവും. അവർ സാലിഹ്യങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നവരും മര്യാദക്കാരും ആണെങ്കിൽ അവർ സാക്ഷിക്ക് പറ്റൂ. നേരെ വെച്ച് പള്ളിയിലെ വലിയ തലമറക്കാതെ അങ്ങാടി കൂടി നടന്നാൽ സാക്ഷിക്ക് പറ്റൂല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ നിയമമാണ് എന്നത് വേറെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ജാതി ഗുണം കാണിക്കുമെന്നതിൽ കഴമ്പുണ്ടോ? ഉറപ്പല്ല. ജാതി മുരിക്ക് പോലെയല്ല. തേക്കിനാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ജാതി എന്ന് പറയാം. തേക്ക് വളരെ ഉന്തിയ മരമാണ്, മുരിക്ക് അങ്ങനെയല്ല. അത് രണ്ടും വ്യത്യാസമുണ്ടെന്നുള്ള ഒരു ഉറപ്പിന്. ഹജ്ജത്തുൽ വദാഇൽ വെച്ച് റസൂലുള്ളാഹ് ജനങ്ങളെ നിങ്ങളിൽ ആർക്കും ആരെക്കാളും മേന്മയില്ല സാലിഹായ അമൽ കൊണ്ടല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ശരിയാണ്. അതായത് അബൂജഹൽ ഭയങ്കര തറവാട്ടേനെ ഖുറൈശിയാണ്, പക്ഷേ ഹംക്കാണ്. അബൂജഹൽ ഭയങ്കര തറവാട്ടേന്റെ ഈമാനും തഖ്വയും ഇല്ലെങ്കിൽ എന്ത് തറവാടാ? ഈമാനും തഖ്വയും ഉണ്ടെങ്കിലേ തറവാട്ടിന് മഹത്വം ഉള്ളൂ. ഈമാനും തഖ്വയും ഇല്ലെങ്കിൽ ഞാൻ വലിയ തറവാട്ടേനായിട്ട് ഒരു കാര്യമില്ല. അപ്പൊ തറവാട്ടിന്റെ മഹത്വത്തിന്റെയും മേലെയാണ് ഈമാനും തഖ്വയും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന്റെ താല്പര്യം. ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷേമനിധിയും പിരിയുമ്പോൾ കിട്ടുന്ന തുകയും അനുവദനീയമാണോ? കിട്ടുന്നത് ഹലാലായതാണെങ്കിൽ വാങ്ങാവുന്നതാണ്. അത് പിരിയുമ്പോയാലും ശരി, മുമ്പ് കിട്ടിയാലും ശരി, പിന്നീട് ശേഷം കിട്ടിയാലും ശരി, കിട്ടുന്നത് ഹലാലാണെങ്കിൽ വാങ്ങാവുന്നതാണ്. പലിശയോ മറ്റോ ആണെങ്കിൽ വാങ്ങേണ്ടതില്ല. ക്ഷേമനിധിയുടെ വിധി എന്താണ്? ക്ഷേമത്തിന് വേണ്ടി നിധി ഉണ്ടാക്കുന്നതും ആ നിധിയിൽ നിന്ന് ക്ഷാമമുള്ളവർക്ക് ക്ഷേമത്തിന് വേണ്ടി കൊടുക്കുന്നതും നല്ലതാണ്. ഫർദ് നിസ്കാരം ഖളാ ഉള്ള ഒരു വ്യക്തിക്ക് റവാത്തിബ്, തറാവിഹി, വിത്ർ പോലുള്ള സുന്നത്ത് നിസ്കരിക്കുന്നതിന്റെ ഹുക്ം ഉസ്താദ് വിശദീകരിക്കണം. ഫർദ് നിസ്കാരം ഖളാ ഉള്ളവൻ അവന്റെ അത്യാവശ്യ ജീവിതത്തിന് ആവശ്യമായ സമയം കഴിച്ച് ബാക്കി മുഴുവനും ഖളാ ആയ ഫർദ് നിസ്കാരങ്ങൾ ഖളാ വീട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ ഒരാൾ ഖളായുള്ള ഫർദ് നിസ്കാരം ഖളാ വീട്ടാതെ അങ്ങാടിയിൽ വന്ന് വർത്തമാനം പറഞ്ഞ് പീടികയിൽ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് തറാവീഹ് നിസ്കരിക്കുന്നതാണ്. ഇമാമിന്റെ കൂടെ ആദ്യത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ തുടർന്ന മഅ്മൂമിനെ ബ്രാക്കറ്റിൽ മസ്ബൂക്കല്ല, ഇമാമിന്റെ ഫാത്തിഹ തീർന്ന് സൂറത്തും കഴിഞ്ഞ് റുക്കൂയിൽ പോവുകയും ചെയ്തിരിക്കുന്നു. മഅ്മൂമിന്റെ ഫാത്തിഹ തീർന്നിട്ടുമില്ല. എന്നാൽ ഈ മഅ്മൂമ് എന്ത് ചെയ്യണം? അങ്ങനെ ഒരു മഅ്മൂമ് ആകാൻ വേണ്ടി വസ്വാസുകാരനായിരുന്നു. വേഗം ഓതി തീർക്കാൻ വേണ്ടി ഇമാം ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, വജ്ജത്ത് ഓതി, എല്ലാം ഓതിയിട്ട് ഇവന്റെ ഫാത്തിഹ തീർന്നില്ല, ഇവന് മാത്രം ഫാത്തിഹ എന്താ ഇത്ര നീളോ? അവൻ വേഗം ഓതി തീർക്കേണ്ടിയാണ്. ഇനി അഥവാ എന്തെങ്കിലും മറന്നുപോയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തോ കാരണം കൊണ്ടോ അങ്ങനെ അയാൾ മറന്നു, അയാൾ ഫാത്തിഹ ഓതി തീർന്നില്ലെങ്കിൽ അയാൾ തീർത്തിട്ടേ പോകാവൂ. അത്
വേറൊരു നിയമമാണ്. ഇനി മനഃപൂർവ്വമായാലും തീർത്തിട്ടേ പോകാവൂ, അതൊരു വേറെ നിയമമാണ്. റുക്കൂയിൽ ആയതുകൊണ്ട് ഉടനെ തന്നെ പോകേണ്ടതില്ല. അദ്ദേഹം മുവാഫിഖായതിനാൽ അദ്ദേഹത്തിന് റുക്കൂയിൽ എത്തിയിട്ടില്ലെങ്കിലും റകഅത്ത് കിട്ടുന്നതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരോട്, സ്ത്രീകൾ പുരുഷന്മാർക്ക് മുമ്പ് സ്ത്രീകൾ ഇമാമ് നിന്ന് മയ്യിത്ത് നിസ്കരിക്കുന്നതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പറഞ്ഞ സത്യാവസ്ഥ അതെന്തെങ്കിലും കളവ് പോയതോ മറ്റാണോ? സ്ത്രീകൾക്ക് മയ്യിത്ത് നിസ്കാരം നിർബന്ധമില്ല. മയ്യിത്തിന്റെ കൂടെ പോകൽ സുന്നത്തും ഇല്ല, നിർബന്ധവും ഇല്ല. പുരുഷന്മാരുണ്ടെങ്കിലാണ്. അതുപോലെ മയ്യിത്ത് മറമാടലും പുരുഷന്മാർ ഏർപ്പെടേണ്ട കാര്യമാണ്, സ്ത്രീകൾക്കുള്ളതല്ല. സ്ത്രീകൾ മയ്യിത്ത് സ്ത്രീകളുടേതാണെങ്കിൽ സ്ത്രീകൾ കുളിപ്പിക്കുന്നതാണ് നല്ലത്, പുരുഷന്മാരുടേതാണെങ്കിൽ പുരുഷന്മാർ കുളിപ്പിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇങ്ങോട്ട് മയ്യിത്ത് നിസ്കാരം, മയ്യിത്തിന്റെ കൂടെ പോകൽ, മയ്യിത്ത് മറമാടൽ, ഇത്തരം കാര്യങ്ങൾ പുരുഷന്മാരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. പുരുഷന്മാരുണ്ടെങ്കിൽ സ്ത്രീകൾ അത് ചെയ്യേണ്ടതില്ല. എന്ന് മാത്രമല്ല, പുരുഷന്മാരുള്ളതോടുകൂടി സ്ത്രീകൾ മാത്രം ചെയ്യുകയാണെങ്കിൽ അത് കടുത്ത ഹറാമും മയ്യത്തിനെ നിസ്സാരപ്പെടുത്തലും ആണ്. കാരണം ഈ മയ്യത്തിന് വേണ്ടി പടച്ചവനോട് പറയാ ഒരൊറ്റ ആൺകുട്ടീനെയും കിട്ടിയില്ല എന്നല്ലേ, അത് വളരെ നിസ്സാരപ്പെടുത്തലാണ് മയ്യത്തിനെ. അതുകൊണ്ട് പുരുഷന്മാരുള്ളപ്പോൾ സ്ത്രീകൾ മാത്രം മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഏതായിരുന്നാലും കടുത്ത തെറ്റാണ്. മയ്യത്തിന്റെ ഫർള് വീടുന്നതും അല്ല, പുരുഷന്മാരാണ് നിസ്കരിക്കേണ്ടത്. പുരുഷന്മാര് ഉള്ളപ്പോൾ പുരുഷന്മാര് നിസ്കരിച്ചതിന്റെ ശേഷമോ പുരുഷന്മാര് നിസ്കരിക്കുമ്പോൾ അവരുടെ പുരുഷന്റെ പിന്നിലോ വല്ല സ്ത്രീയും നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാകുന്നതാണ്. നിസ്കാരം സഹീഹാകുന്നതാണ്. പക്ഷെ ഫർള് വീടുന്നത് പുരുഷന്മാരുടെ നിസ്കാരം കൊണ്ടാണ്, സ്ത്രീകളുടെ നിസ്കാരം കൊണ്ട് അല്ല. എന്നാൽ പുരുഷന്മാര് നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ നിസ്കരിക്കുന്നതിനെ കുറിച്ചാണ് ചോദ്യം. സ്ത്രീകൾ ഇമാമത്ത് നിന്ന് സ്ത്രീകൾ നിസ്കരിക്കുന്നു പുരുഷന്മാർക്ക് മുമ്പ്. അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹീഹല്ല. അങ്ങനെ നിസ്കരിക്കുന്നത് ഹറാമും ആണ്, പാടില്ലാത്തതും ആണ്. അബ്ദുറഹ്മാൻ ശിർബീനി റഹ്മഹുല്ലാ ഹാശിയത്തുൽ ബഹ്ജയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പുരുഷന്മാർക്ക് മുമ്പ് സ്ത്രീകൾ മാത്രം മയ്യിത്തിന് വേണ്ടി നിസ്കരിക്കുന്നത് തെറ്റാണ്. ആ നിസ്കാരം സഹീഹും അല്ല. അബ്ദുറഹ്മാൻ ശിർബീനി റഹ്മഹുല്ലാ അത് അവിടുത്തെ ഹാശിയത്തുൽ ബഹ്ജയിൽ പറഞ്ഞിട്ടുണ്ട്. النبي أمامة الباهلي رضي الله عنه قال رسول الله صلى الله عليه وسلم أنا زعيم ببيت في ربض الجنة لمن ترك المراء وإن كان محقا. ഒരാൾ സത്യത്തിലാണെങ്കിൽ തന്നെ തർക്കം ഉപേക്ഷിക്കുന്ന ആൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞത്. തർക്കത്തെ സംബന്ധിച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം ചോദിച്ചത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ പറഞ്ഞതിന്റെ അർത്ഥം ഒരു വിഷയത്തിലും ആരും തർക്കിക്കാൻ പാടില്ല എന്നല്ല. ഒരു വിഷയത്തിൽ തർക്കിക്കേണ്ട ഘട്ടം വന്നാൽ തർക്കിക്കണം. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ലാഹിറ. നബിയെ വ്യക്തമായ തർക്കമല്ലാതെ തർക്കിക്കരുത്. അപ്പൊ ലാഹിറായ തർക്കം തർക്കിക്കണം എന്നാണല്ലോ. ഒരാൾ തെറ്റ് പറഞ്ഞാൽ ശരി പറഞ്ഞു കൊടുക്കണം എന്നാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ ഹദീസ് ഖുർആനെതിരാണോ? അല്ല. ഈ ഹദീസിന്റെ വ്യാഖ്യാനം ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, ഹദ്ദുൽ മിറാഇ അൽ ഇഅ്തിറാദു അലാ കലാമിൽ ഗൈരി ബിഇൽഹാരി ഖലലിൻ ഫീഹി ഇമ്മാ ലഫ്ളൻ ഔ മാനൻ. ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ ഇന്ന തെറ്റുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിന്റെ അർത്ഥത്തിൽ ഇന്ന തെറ്റുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ആളുകൾ, അതിനു വേണ്ടി ഇങ്ങനെ തർക്കം കൂടും. കാണാൻ ചിലർ കാസർകോട്ടുകാരും മലപ്പുറത്തുകാരും തമ്മിൽ തർക്കം. എന്താണ് തർക്കോ? ഭാഷാ തർക്കം. അങ്ങനെയോ പറയണ്ട്, ഇങ്ങനെയോ പറയണ്ട്. നാദാപുരത്തുകാരും തിരുവനന്തപുരത്തുകാരും തമ്മിൽ തർക്കം. പുള്ളിക്കാരെന്നോ പറയണ്ട, അല്ലെങ്കിൽ ഓയെന്നോ പറയണ്ട് തർക്കം. ഇങ്ങനെ തർക്കിക്കുന്ന ആളുകൾ. ഇതുപോലെ അർത്ഥത്തിന്റെ കാര്യത്തിലും അനാവശ്യമായ തർക്കങ്ങളും. അത്തരം തർക്കങ്ങൾ ഒഴിവാക്കണം. ഒഴിവാക്കിയാൽ വാസ്തവത്തിൽ ചിലപ്പോൾ തിരുവനന്തപുരത്തുകാരൻ പറഞ്ഞതായിരിക്കാം ശരി, അല്ലെങ്കിൽ നാദാപുരത്തുകാരൻ പറഞ്ഞതായിരിക്കാം ശരി. എന്നാലും അത്തരം കാര്യത്തിലും തർക്കിക്കാൻ പോണ്ട. അങ്ങനെ തർക്കം ഒഴിവാക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം വാഗ്ദത്തം ചെയ്യാൻ ആവശ്യമില്ലാതെ തർക്കിക്കേണ്ട. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയാണ്,
ഔ ഫീ ഖസ്ദിൽ മുതകല്ലിം വതർകുൽ മിറാഇ ബിതർകിൽ ഇൻകാരി വൽ ഇത്റാദ് ഫകുല്ലു കലാമിൻ സമീതഹു ഫഇൻ കാന ഹഖൻ ഫസദ്ദിഖ് ബിഹി. ഒരു സത്യമായ വാക്കാ കേട്ടെങ്കിൽ നീ അങ്ങ് നേരായിക്കണം, ഇനി തർക്കിക്കാന്ന് പോണ്ട. വൈകാന ബാത്തുലൻ, അങ്ങനെ ഉണ്ടല്ലോ, ആ വഖഫ് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് അത് സത്യമാണെങ്കിൽ അങ്ങ് നേരായിക്കളെ, പിന്നെ തർക്കിക്കാൻ പോണോ? വെറുതെ മദ്രസ വിളിച്ചു വള്ളിയാക്കാന്ന് പറയാൻ പോണ്ട. അതുപോലെ ഒരു ഹക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ട അങ്ങ് അംഗീകരിക്കുക, അതാണ് വേണ്ടത്. ഇനി നേരെ തിരിച്ചാണെങ്കിലോ വൈകാന ബാത്തുലൻ, ഇനി ഒരു കാര്യം നീ കേട്ടത് ബാത്തിലാണെങ്കിലോ ആ ബാത്തിലായ കാര്യത്തിന് നീ മിണ്ടാതിരിക്കാൻ പറ്റുമോ? അവിടെ ഇമാം ഗസാലി പറയാണ് വൈകാന ബാത്തിലും വലം യകുൻ മുതഅല്ലിഖൻ ബി ഉമൂരി ദീനി, ഒരു ദീനിയായ സംഗതി ഒന്നല്ല, ഒരു ദീനിയായ സംഗതി മതപരമായ കാര്യമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷാ തർക്കം പോലത്തെ ഒരു സംഗതി ഉണ്ടല്ലോ. ഒരാൾ വടക്കോട്ട് പോയി, മലപ്പുറം ജില്ലയിൽ നിന്ന് വലിയ ഉസ്താദാ പോയത്. എന്ന് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ആ മരത്തുമ്പോൾ തൂങ്ങിക്കോളൂ, ഞാൻ ഈ മരത്തുമ്പോൾ തൂങ്ങാൻ പറഞ്ഞു. ഈ മൊയിലിയാര് ബേജാറായി, ഞാൻ ആ മരത്തുമ്പോൾ തൂങ്ങണം, ഇയാൾ ഈ മരത്തുമ്പോൾ തൂങ്ങാൻ എന്താ പ്രശ്നം? അപ്പൊ നോക്കുമ്പോ മരം എന്ന് പറഞ്ഞാൽ കട്ടില, തൂങ്ങാൻ തന്നെ ഉറങ്ങാന്ന. അപ്പൊ ഈ കട്ടിൽ ഞാൻ ഉറങ്ങും, ആ കൊട്ടിൽ നിങ്ങൾ ഉറങ്ങിക്കോളി ഇതാ പറഞ്ഞിന്റെ അമ്മായന. അപ്പൊ അതാ ഈ മരത്തുമ്പോൾ നിങ്ങൾ ഞാൻ തൂങ്ങാം, ആ മരത്തുമ്പോൾ നിങ്ങൾ തൂങ്ങിക്കോളി. അതിനൊന്നും തർക്കിക്കാൻ പോകണ്ട, അങ്ങനെ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. കാരണം അത് മറ്റേ തൂങ്ങലല്ല ഉദ്ദേശിച്ചത്. അപ്പൊ ഇങ്ങനത്തെ കാര്യത്തിൽ തർക്കിക്കാതിരുന്നാൽ സംഗതി പറയേണ്ടി അങ്ങനെയൊന്നല്ല, അത് വേറെ വിഷയം. എന്നാലും തർക്കിക്കാതിരുന്നാൽ സ്വർഗം കിട്ടും. തർക്കം കുറക്കണോന്നാ പറഞ്ഞതിന്റെ മേൻ, ആവശ്യമില്ലാത്തതിന് തർക്കിക്കരുത്. ദീൻ കാര്യത്തിലാണെങ്കിൽ ഹക്ക് പറയാൻ വേണ്ടി തർക്കിച്ചേ പറ്റൂ. അതാ ഖുർആൻ പറഞ്ഞത് ലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറാ, ദീനിന്റെ എതിരാളികളോട് വ്യക്തമായ തർക്കമായിരിക്കണം തർക്കിക്കുന്നത്. അപ്പൊ തർക്കം വേണ്ടാന്നല്ല. ചില കള്ളത്തരീകത്തേരുണ്ട്, ഗണ്ണർ പ്രസംഗം നടത്തുന്ന മഹിളമാരോട് ഭയങ്കര വെറുപ്പായിരിക്കും. അപ്പൊ അവർ പറയും തർക്കിക്കാൻ പാടില്ലാന്ന് ഹദീസിലുണ്ട്. ഒക്കെ തട്ടിപ്പാണ്. ചോദ്യം, ഒരു പുസ്തകത്തിൽ വായിക്കാൻ കഴിഞ്ഞു പള്ളികൾ വളരെയധികം മോടി വിപ്പിക്കുന്നത് സുന്നത്തിനെതിരാണ്. ഒരുപാട് ഹദീസുകളും ഇതിന് തെളിവായി അതിൽ പറയുന്നു. ഉസ്താദ് നേതൃത്വം നൽകുന്ന പള്ളികളെല്ലാം ഈ വിഭാഗത്തിൽപ്പെട്ട സുന്നത്തിനെതിരായ പ്രവർത്തനമല്ലേ? അപ്പൊ പള്ളി മോടി പിടിപ്പിക്കരുത് എന്നുണ്ടല്ലോ. അപ്പൊ ഉസ്താദ് എടുപ്പിക്കുന്ന പള്ളിയെല്ലാം ഇങ്ങനെ മോടി പിടിപ്പിച്ചിട്ടാണോ ഉള്ളത് എന്നാണ് സംശയം. എന്നാൽ ആ പുസ്തകം എഴുതിയ ആളോട് പറയണം, അതിന്റെ അപ്പുറത്ത് വേറെ ഒന്നും കൂടി ഉണ്ട്. വീടുകൾ മോടി പിടിപ്പിക്കരുത് എന്നുണ്ട്. വീട് മോടി പിടിപ്പിക്കരുത്. വലിയ വീടുണ്ടാക്കിയ കണ്ടിട്ട് അള്ളാന്റെ റസൂൽ അങ്ങനെ മടങ്ങി വന്നു. മടങ്ങി വന്നിട്ട് ആ സഹാബിന് അസ്സലാം അലൈക്കും എന്ന് സലാം മടക്കില്ല, തിരിഞ്ഞു. ഭയങ്കര വീടുണ്ടാക്കിയ വകയില്. പിന്നെ സഹാബത്തിനോട് ചോദിച്ചു, എന്താ എനിക്ക് റസൂൽ സലാം മടക്കാതെ ഉണ്ടാത്തത്? അപ്പൊ പറഞ്ഞു, ഇന്റെ വീട് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ പോയിട്ട് വീട്ടിന്റെ ഒരു നില എടുത്തു കളഞ്ഞു. നമ്മള് രണ്ടാം നില ഉണ്ടാക്കാൻ പോവുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അത് വീടിനെ സംബന്ധിച്ചും ഉണ്ടത്, വെറും പള്ളിക്ക് മാത്രം അല്ല. കാരണം അനാവശ്യം ചെലവഴിക്കരുത്. ഇവിടെ ദുന്യാവ് മോടി പിടിപ്പിക്കേണ്ട സ്ഥലമല്ലല്ലോ, മോടിയൊക്കെ ആഖിറത്തിലല്ലേ വേണ്ടത്. എന്നാൽ നമ്മളെ വീടൊക്കെ ഭയങ്കര മോടി പിടിപ്പിക്കുമ്പോ ബുക്ക് എഴുതി നാൾ അത് കാണുന്നില്ല. അയാളെ പറയും ഭയങ്കര മോടി ഉണ്ട്, അതിന് മൂപ്പർക്ക് പ്രശ്നമൊന്നുമില്ല. അള്ളാന്റെ വീട് കുറച്ച് മോടിയാകുമ്പോഴേക്ക് ഹദീസ് ഉണ്ട്. ഏതുപോലെന്നറിയോ? പള്ളിക്ക് കുമ്മായ ഇടുക, പള്ളി മോടി പിടിപ്പിക്കാൻ പാടില്ല എന്ന് ഹദീസിലുണ്ട്. എന്നാൽ ഖബറിന് കുമ്മായ ഇടരുത് എന്നും ഹദീസിലുണ്ട്. മുജാഹിദീങ്ങൾ അതേ കാണും. ഖബറിന് കുമ്മായ ഇടരുത് എന്ന് തന്നെ മുജാഹിദീങ്ങൾ കാണും. പള്ളിക്ക് കുമ്മായ ഇടാന്ന് പറഞ്ഞ് കാണൂല. പള്ളി മോടി പിടിപ്പിക്കുന്നത് കാണൂല. മുജാഹിദീങ്ങളും പള്ളി മോടി പിടിപ്പിക്കുന്നുണ്ട്. കാരണം എന്താ? കാരണം മുജാഹിദീങ്ങൾക്ക് ഖബറിലുള്ള ആളോടാ വെറുപ്പ്, മറ്റേ ബുക്ക് എഴുതിയവനോ പള്ളി ഉണ്ടാക്കുന്നവരോടാ വെറുപ്പ്. അപ്പൊ അത് വേണ്ട, ആദ്യം വീട്ടിന്റെ ഭംഗി കുറക്കുക. എന്നിട്ട് ആ ബുക്ക് എഴുതുക, വീട്ടിന് ഭംഗി കൂട്ടാൻ പാടില്ല, വീട് മാളി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുതുക. രണ്ടാമത് നമുക്ക് ഖബറുകളിലെയും പള്ളികളിലെല്ലാം വരാം. സഹോദരന്മാരെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളി ഭംഗി കൂട്ടി. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് വെറും ഈത്തപ്പനയുടെ മട്ടലാണ്, അതുപോലെ ഈത്തപ്പനയുടെ തടിയാണ്, അന്ന് ചോർന്നൊരിക്കലാണ്. അള്ളാഹുവിന്റെ റസൂൽ സുജൂദ് ചെയ്തപ്പോ നെറ്റിമലി ചളിയാണ്. ആ പള്ളി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്ന് മോടി കൂട്ടി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിന്നീട് മോടി കൂട്ടി എന്ന് പറഞ്ഞാൽ ഒക്കെ തേക്കിന്റെ മരമാക്കി മാറ്റി. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അടുത്ത ആക്ഷേപം വന്നു. ഒരു ഭാഗത്തുനിന്ന് പള്ളി മോടി കൂട്ടി, റസൂലുള്ളാഹി വിരോധിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപം വന്നു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതും ഇതേ വിഷയമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കണ്ടെത്തിയതും ഇതേ കാര്യമാണ്. ജനങ്ങളുടെ വീടുകളും ജനങ്ങളെ ബിൽഡിങ്ങുകളും ഒക്കെ ഭയങ്കര മോടി കൂട്ടി ഉണ്ടാക്കിയിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾ മോടിയില്ലാതെ ആളുകൾ നോക്കിയാൽ ഇതെന്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കേറാൻ പറ്റാത്ത കോലത്തിലാക്കിയാൽ
ആ അള്ളാഹുവിന്റെ വീട്ടിലോട് ചെയ്യുന്നത് ഒരനീതിയായി പോകുമോ എന്ന ഭയവും, അള്ളാഹുവിന്റെ വീട്ടിലേക്ക് ആളുകൾ വരുന്നത് കുറഞ്ഞു പോവുകയും മറ്റ് ആശയക്കാരുടെ ഓഫീസുകളും അതേ നിയമസഭകളും പാർലമെന്റ് മന്ദിരങ്ങളും മറ്റ് ചർച്ചുകളും മറ്റ് ദേവാലയങ്ങളും ഒക്കെ വളരെ ജോറായിട്ടുണ്ടാവുകയും അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന പള്ളി മുഷിഞ്ഞ് ആരും തിരിഞ്ഞു നോക്കാത്ത കോലത്തിലാവുകയും ചെയ്യുന്നത് അത് അള്ളാഹുവിന്റെ ദീനിന് തന്നെ അപമാനമായി പോകുമെന്ന് വരെ ചിന്തിച്ചതുകൊണ്ട് പണ്ഡിതന്മാര് പലരും പറഞ്ഞു, അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ പള്ളി ഭംഗി കൂട്ടുന്നതിന് വിരോധം ഇല്ല. അതുകൊണ്ട് ആ സഹോദരന്മാരെ, ഔലിയാക്കൾ നിർമ്മിച്ച പള്ളിയാണ് നാദാപുരം വലിയ ജുമാഅത്ത് പള്ളി. ആ കാലഘട്ടത്തിൽ നാദാപുരത്ത് അത്ര പ്രൗഢിയും അത്ര ഭംഗിയും അത്ര മരക്കേമവും അത്ര ഉഷാറുമുള്ള മറ്റൊരു ബിൽഡിംഗ് നാദാപുരത്ത് വേറെ ഇല്ലായിരുന്നു. നാദാപുരം ജുമാഅത്ത് പള്ളിയുടെ ഭംഗിയുള്ള ഏതെങ്കിലും ഒരു ബിൽഡിംഗ് അന്നില്ല എന്ന് മാത്രമല്ല ഇന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതല്ലേ ശരി? അത്രയും ഭംഗിയിലല്ലേ അതിന്റെ മിമ്പർ, അത്രയും ഭംഗിയിലല്ലേ അതിന്റെ കെട്ടും മട്ടും അതിന്റെ ഭംഗിയും. അതൊന്നും കാണാത്തവരായിരുന്നോ യാക്കൂബ് മുസ്ലിയാർ? അത് കാണാത്തവരായിരുന്നോ കിയന ഉസ്താദ്? അത് കാണാത്തവരായിരുന്നോ തർക്കണ്ടി ഉസ്താദ്? അത് കാണാത്തവരായിരുന്നോ ഖുതുബി ഉസ്താദ്? ആ ആലിമീങ്ങളൊക്കെ ആ പള്ളി മോടി കൂട്ടിയിട്ട് അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. പാറക്കടവിൽ മോടി കൂട്ടിയിട്ട് പറഞ്ഞോ? പറഞ്ഞില്ല. കാരണം ആലിമീങ്ങൾ തന്റെ ഇടമുള്ളവരും വിവരമുള്ളവരും അവർ വലിയ പാണ്ഡിത്യമുള്ളവരുമാണ്. അവർക്കറിയാം മുസ്ലിമീങ്ങളെ പള്ളി മാത്രം ആരും തിരിഞ്ഞു നോക്കാത്ത വിധത്തിലായിക്കൂടാ, അതും അതിന്റെ പ്രൗഢിയിൽ തന്നെ നിലനിൽക്കണം. പണ്ഡിതന്മാർ അത്തരം കാര്യങ്ങൾ സന്ദർഭോചിതമായി മനസ്സിലാക്കി ചെയ്യുന്നവരാണ് എന്ന് സാന്ദർഭികമായി ചോദ്യകർത്താവിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നൊരു ചോദ്യം, ഭർത്താവ് പ്രസവം നിർത്താൻ നിർബന്ധിക്കുന്നു, നിർത്താൻ പാടുണ്ടോന്ന്. അയാളോട് എന്നെ പറഞ്ഞാൽ മതി, നിങ്ങളങ്ങ് നിർത്തിക്കളാന്ന് പറഞ്ഞാൽ മതി. ഭർത്താവാണല്ലോ നിർത്തേണ്ടത്, നിങ്ങളല്ലല്ലോ. അയാളോട് പറഞ്ഞാൽ മതിയല്ലോ, നിങ്ങൾ നിർത്തിക്കളിയൂ, എന്നെ അല്ലല്ലോ നിർത്താൻ പറയേണ്ടത്. നിങ്ങൾ നിർത്തിയാൽ മതി, അയാളോട് പറഞ്ഞാൽ മതി. വേഗം കഴിയുന്ന പരിപാടിയാണ്. ഭർത്താവിന്റെ കാലിന്റെ അസുഖം മാറാൻ വേണ്ടി ദ്വാരക്കളൊന്നുണ്ട്, അള്ളാഹു തആല മാറ്റി കൊടുക്കട്ടെ. ഞങ്ങളെ നാട്ടിൽ ചില മരിച്ച വീടുകളിൽ മുജാഹിദുകൾ വന്ന് ഭയങ്കര ഒത്താശ, കയ്യിന്നും മയ്യത്തിനെ കൊണ്ട് അടുപ്പിക്കല്ലേ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നത് ഉറപ്പായി. എന്തെന്നാൽ മയ്യത്തെടുക്കുമ്പോൾ ദുആ ഇല്ലാതാക്കാനാണ്. അതിന്റെ മുറാദ്. മുറാദ് അങ്ങനെ മയ്യത്തെടുക്കുമ്പോഴുള്ള ദുആയും മുറാദൊത്തും ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ്. നബി സല്ലല്ലാഹു നിങ്ങൾ മയ്യത്തിനെടുക്കലോ നമ്മൾ ദുആ ചെയ്ത ഇമാം മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസിലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മയ്യത്തും വെച്ച് സഹാബത്ത് ദുആ ചെയ്ത സഹീഹുൽ ബുഖാരിയിലുണ്ട്. ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹുവിന്റെ മയ്യത്തിനെടുക്കൽ അവിടുത്തെ ശിഷ്യന്മാർ ഇരുന്ന് ഖുർആൻ ഓതി. അത് ഇമാം ബൈഹഖിയുടെ മനാഖിബിലുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഇസ്ലാം. അത് പറ്റൂല എന്ന് പറയുന്ന കക്ഷികൾ എന്തിനാ മയ്യത്തിന്റെ അടുക്ക വരുന്നത്? അവർക്ക് വേറെ എങ്ങും പോയിരുന്നൂടെ? ആ ഭാഗത്തെ അടുപ്പിക്കാൻ പാടില്ല. പിന്നൊരു ചോദ്യം, നാദാപുരത്തെ മുഴുവൻ പണ്ഡിതന്മാരും ഈ പള്ളിയിൽ ജുമാ സഹിയാകില്ലെന്ന് കിതാബിന്റെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുന്നു. ശാഫി മദ്ഹബിന്റെ വല്ല പിൻബലവും നിങ്ങൾ ഇവിടെ ആരംഭിച്ചതായ ജുമാ നിസ്കാരത്തിന് ഉണ്ടോ? ഉണ്ട് എങ്കിൽ കിതാബിന്റെ പിൻബലത്തിൽ ഒന്ന് വിശദീകരിച്ചു തരുമോ? അത് കിതാബ് എന്ന് വായിച്ചത്. ആദ്യമായിട്ട് പറയട്ടെ, നാദാപുരം വലിയ ആലിമീങ്ങളുടെ കേന്ദ്രമായിരുന്നു, വലിയ പണ്ഡിതന്മാരുള്ള കേന്ദ്രം ആയിരുന്നു. അവസാനമായി നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മർഹൂം കിഗന ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നാദാപുരത്തുകാരനല്ലെങ്കിലും നാദാപുരത്തുകാരന്റെ പോലെയാണ്. എല്ലാരും വിട്ടുപിരിഞ്ഞു പോയി. അതുപോലുള്ളൊരു പ്രഗത്ഭനായ പണ്ഡിതൻ നാദാപുരത്ത് ഇന്ന് ആരാണുള്ളത്? ആരെങ്കിലും ഉണ്ടോ? എന്റെ അറിവിൽ ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്രസ് അറിയിച്ചു തരണം. എന്റെ അറിവിൽ നമ്മൾ മുമ്പേ കേട്ടുവരുന്ന വലിയ വലിയ ആലിമീങ്ങൾ ഇല്ലേ? കണ്യത്ത് ഉസ്താദ്, ഇ.കെ. ഉസ്താദ്, അതുപോലെ കിയന ഉസ്താദ്, കാങ്ങാട്ട് ഉസ്താദ്, കണാരണ്ടി ഉസ്താദ്, ഓക്കെ ഉസ്താദ്, ഇമ്പിച്ചാലി ഉസ്താദ്, ഉള്ളാളം തങ്ങള്, ഇങ്ങനെയൊക്കെ കേട്ട് നമ്മൾ മുമ്പേ കേട്ടുവരുന്ന വലിയ വലിയ ആലിമീങ്ങളുണ്ട്. അതിനുള്ളാളം തങ്ങൾ ബാക്കിയുണ്ട്. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ബാക്കി നമ്മളെ ആലിമീങ്ങൾ, അത്തരത്തിലുള്ള വലിയ വലിയ ആലിമീങ്ങൾ, പ്രായമുള്ളവരൊക്കെ പോയി. ഇപ്പോൾ ആലിമീങ്ങളുണ്ട്. പക്ഷെ നാദാപുരത്താരുണ്ട്? മലപ്പുറം ജില്ലയിൽ ആലിമീങ്ങളുണ്ട്, കോഴിക്കോട് താമരശ്ശേരി ഭാഗത്തെ ആലിമീങ്ങളുണ്ട്, കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഒക്കെ ആലിമീങ്ങളുണ്ട്.
നാദാവൃത്തിപ്പോൾ അതുപോലത്തെ ഒരു ഫത്വ ചോദിക്കപ്പെടുന്ന പണ്ഡിതൻ ആരുണ്ട്? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? നാദാവൃത്തിന്റെ പുറത്തുള്ള ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് ഫത്വ ചോദിക്കാൻ വേണ്ടി ഇപ്പൊ നാദാവൃത്ത് ആരെങ്കിലും വരാറുണ്ടോ? കീന ഉസ്താദിന്റെ സമയത്ത് ഏത് രാജ്യത്തുനിന്നാ ഇവിടെ ഫത്വ ചോദിക്കാൻ വരാത്തത്? ഏത് നാട്ടിൽ നിന്നും ഫത്വ ചോദിക്കാൻ വരും. ഏത് പ്രദേശത്തുനിന്നും അവിടുത്തെ ദർസ് വെക്കാൻ വേണ്ടി മുത്തഅല്ലിമീങ്ങൾ വരും. അതുപോലെ പുറം നാടുകളിൽ നിന്ന് ഇപ്പൊ നാദാവൃത്ത് ഫത്വ ചോദിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരും കണ്ടാ എന്നോട് പറയണം. നാദാവൃത്ത് ദർസിലേക്ക് പുറം നാടുകളിൽ നിന്ന് കിതാബ് അറിയുന്ന പ്രഗത്ഭരായ മുത്തഅല്ലിമീങ്ങൾ കീന ഉസ്താദിന്റെ അടുത്ത് വന്നതുപോലെ ഇപ്പാരം വരുന്നുണ്ടോ? വരുന്നില്ല. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു വിഷയം പറയാൻ പറ്റുന്ന പണ്ഡിതന്മാര് നമ്മുടെ നാദാപുരത്തില്ല. അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. അതിന് ദ്വാരക്കണം, പ്രവർത്തിക്കണം, മക്കളെ പഠിപ്പിക്കണം. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരൊറ്റ ആലിമും ഇല്ല. നിങ്ങൾ വിചാരിച്ചെന്തേ ഞാനിപ്പോ 7 ദിവസം വേദനോട് ഞാൻ മൊയ്ലാരായിന്ന? നമ്മളൊന്നും പണ്ഡിതന്മാരല്ല. ഞാൻ പണ്ഡിതനല്ല. അതുപോലെ നമ്മളെ മദ്രസയെ പഠിപ്പിക്കുകയും പള്ളിയിൽ ഇമാമത്തുകയും കുത്തുപോത്, അതുപോലെ പള്ളി കുത്തിട്ടുണ്ട് കുറെ ഇങ്ങനെ എന്തല്ലോ പറയുകയും ചെയ്യുന്നതൊക്കെ മൊയ്യാമാരാ? ആലിമീങ്ങളാ? ആലിമ് എന്ന് പറഞ്ഞാൽ ആരാ? ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇങ്ങനെ ഉസ്താദ് ആലിമായിരുന്നു, കാങ്ങാട്ട് ഉസ്താദ് ആലിമായിരുന്നു, കണാരണ്ട് ഉസ്താദ് ആലിമായിരുന്നു, EK ഉസ്താദും കണ്യത്ത് ഉസ്താദും OK ഉസ്താദും മിച്ചാൽ ഉസ്താദും ഒക്കെ ആലിമീങ്ങളായിരുന്നു. ഇന്നും ഉണ്ട് വലിയ വലിയ ആലിമീങ്ങൾ. പക്ഷേ അവരുടെ അത്ര പ്രായമുള്ളവർ ഇല്ല. ഉള്ള ആളെന്തങ്ങൾ കുറച്ച് പ്രായമുള്ള ഒരു വലിയ പണ്ഡിതനായി ഉണ്ട്. മഞ്ഞനാടി ഉസ്താദ് ഉണ്ട്, നമ്മളെ മുമ്പിലുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതുപോലെ പ്രായമുള്ള ആളുകൾ. ഞാൻ അടുത്ത് ഒരു സ്ഥലത്ത് ചോദിച്ചു, ഉസ്താദ് എനിക്ക് എത്ര വയസ്സുണ്ട് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു എനിക്ക് 45 വയസ്സുണ്ട്. ഞാൻ മെല്ലെ ചോദിച്ചു ഉസ്താദിന് എത്ര വയസ്സുണ്ട്? അപ്പൊ 85 ഉണ്ട് പറഞ്ഞു. അപ്പൊ എന്റെ നേരെ ഇരട്ടിയുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ പ്രായമുള്ള ആലിമീങ്ങൾ വളരെ ചുരുക്കം ചില സ്ഥലത്തുണ്ട്. അല്ലാഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും ഏറ്റി കൊടുക്കട്ടെ. അവരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല നമ്മളെ നന്നാക്കട്ടെ. ഇപ്പൊ എവിടെ ആലിമീങ്ങൾ നമ്മുടെ നാട്ടില്? ഞാൻ 7 ദിവസം വേദന ഞാൻ ആലിമാ? നിങ്ങൾ ആലിമാ? ഞാൻ ആലിമല്ല. അതുകൊണ്ടാണ് ഈ പള്ളിയിൽ ജുമാ തുടങ്ങുമ്പോ ഞാൻ ജുമാ തുടങ്ങിയില്ല. ഇതിൽ പറഞ്ഞ ശരിയല്ല. നിങ്ങൾ ആരംഭിച്ച ജുമാ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ജുമാ ആരംഭിച്ചില്ല. ഇവിടെ ജുമാ ആരംഭിച്ചത് സമസ്ത കേരള ജമിയത്തുൽമയുടെ പ്രസിഡന്റ്, ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ള ഏറ്റവും വലിയ പണ്ഡിതൻ താജുൽ ഉലമാ ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ. അതിനേക്കാൾ വലിയൊരു ആലിമിനെ കേരളത്തിൽ ഇപ്പോൾ ഞാൻ കാണുന്നില്ല. ഉണ്ടെങ്കിൽ വിവരം അറിയിക്കണം. കാരണം ഞാൻ 45 വയസ്സ് എനിക്കുണ്ട്. 45 വയസ്സ് എനിക്കുണ്ട്. ഈ സംഘടന ഭിന്നിപ്പൊക്കെ ഉണ്ടായി ഈ അടുത്ത കാലത്ത് ഒരു 10 കൊല്ലത്തിനിടക്ക. ഉള്ളാൾ തങ്ങൾ എത്ര കൊല്ലമായി സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ്, എത്ര കൊല്ലമായി സമസ്തയുടെ ഫത്വ കമ്മിറ്റിയിലുള്ളവരാണ്. കണ്യത്ത് ഉസ്താദുള്ള സമയത്തും സമസ്തയുടെ അധ്യക്ഷനായി ഇരിക്കൽ ഉള്ളാൾ തങ്ങളാണ്. കണ്യത്ത് ഉസ്താദ് എപ്പോഴെങ്കിലും മാത്രമേ വരുള്ളൂ. EK അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു തആല സന്തോഷത്തിലാകട്ടെ. ഉള്ളാളൻ നിങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിട്ടാണ് സമസ്തയുടെ യോഗം തുടങ്ങൽ. ഈ നാദാപുരത്ത് കീന ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അന്ന് IDL എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുടെ അംഗമാണ് ഞാനും. അന്ന് ഇവിടെ ഉള്ള ആൾ തങ്ങളെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കുകയും പ്രസംഗിപ്പിക്കുകയും ചെയ്തിട്ടില്ലേ? സംഘടനാ ഭിന്നതയൊന്നും അന്നില്ല. നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ താജുൽ ഉലമാ ഉള്ളാൾ തങ്ങളാണ് ഇവിടെ ജുമാ സ്ഥാപിച്ചത്, ഞാനല്ല. ഉള്ളാൾ തങ്ങൾ സ്ഥാപിച്ച ജുമാ ശരിയായിട്ടില്ല എന്ന് പറയുന്ന കുറെ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പേരാണ് പണ്ഡിതന്മാരല്ലാത്തവര്. അവർ പണ്ഡിതന്മാരാണ് എന്ന് ധരിക്കരുത്. പണ്ഡിതന്മാരെ പണ്ഡിതന്മാരിലൂടെ മനസ്സിലാക്കുക. പണ്ഡിതന്മാരെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താണ്? പണ്ഡിതനാൻ എന്താ വേണ്ടത്? എന്താ അങ്ങനെ മനസ്സിലാകുക? അതേ മനസ്സിലാവൂലേ? ഡോക്ടർമാരെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം ഇതാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലത്തെ പറയാം. നമ്മുടെ അങ്ങാടിയിലൊക്കെ ഇല്ലേ ചില ആളുകൾ കൊണ്ടുവന്നിട്ട് 2 തുള്ളലൊക്കെ തുള്ളി, ഒരു ബാൻഡൊക്കെ അടിച്ച്, 2 മുട്ടൊക്കെ മുട്ടി, ഒരു പാട്ടൊക്കെ പാടി. ഏത് രോഗത്തിനും മരുന്ന്, എല്ലാ രോഗത്തിനും മരുന്ന്. പെട്ടിവൈദ്യം എന്നാ പറയാ, എല്ലാറ്റിനും മരുന്ന്. അയാൾ ഡോക്ടറാ? അതിന്റെ അയാളെ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞിട്ട് എന്റെ മരുന്നുകൊണ്ട് അങ്ങനെ സുഖമായി. വേണമെങ്കിൽ അയാൾക്കൊരു ഏജന്റ് കൂടി ഉണ്ടെങ്കിൽ ഏജന്റ് ചിലപ്പോൾ പറയും ഇയാളെ മരുന്നുകൊണ്ടാ എന്നാ എനിക്ക് സുഖമായി എന്നും പറയും. അങ്ങനെ ഉണ്ടല്ലോ ഈ മുച്ചിട്ടലി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, ചന്തയിൽ അധികം ഉണ്ടാകുക. അപ്പൊ അതുപോലെ ഞാൻ ചുരുക്കുന്നു, നമുക്ക് സമയം വൈകിപ്പോകും. അപ്പൊ അതുപോലെ പെട്ടി വൈദ്യന്മാരായി നടക്കുന്നവരാണോ പണ്ഡിതന്മാർ? പണ്ഡിതന്മാരെന്ന് പറയുന്നവർക്കുള്ള ലക്ഷണം ഞാൻ പറയാം. മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ, അയാൾ ഡോക്ടറാണ്. എന്താ കാരണം? അയാളെ കീഴിലതാ MBBS പഠിക്കുന്ന കുട്ടികൾ ഇരുന്നിട്ട് ഇങ്ങനെ പഠിക്കുന്നു, അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായ ആ പ്രൊഫസർ ഇതാൾ ഡോക്ടറാ. അല്ലെങ്കിൽ MBBS പഠിക്കുന്ന കുട്ടികൾ അയാളെ വെക്കലുണ്ടാവില്ല. ഇതുപോലെ 100, 150, 200, 250, 500
നല്ല പ്രഗത്ഭരായ മുതഅല്ലിമീങ്ങൾ ബുഖാരിയും ജമ്മുൽ ജവാമിഉം ശറഹുൽ അഖായിദും ഖാദിയും ഹംദുല്ലയും ഒക്കെ ഓതുന്ന മുതഅല്ലിമീങ്ങളെ ഇരുത്തിയിട്ട് അങ്ങനെ നൂറുകണക്കിന് കുട്ടികൾക്ക് ദർസ് നടത്താൻ കഴിയുന്ന പ്രൊഫസർ ആകുന്നുണ്ടോ? എന്നാൽ അയാളൊരു പണ്ഡിതനാണെന്ന് സമ്മതിക്കാതെ നിർവാഹമില്ല. കാരണം ഈ കുട്ടികളൊക്കെ സംശയം ചോദിച്ചാൽ അയാൾ മറുപടി ഇറങ്ങി. അയാളൊരു പണ്ഡിതനാണെന്ന് സമ്മതിക്കാതെ നിർവാഹമില്ല. നല്ല ദർസ് നടന്ന പ്രഗത്ഭർ. അവിടെയാ കണ്ണിയത്ത് ഉസ്താദിന്റെ പവർ, അവിടെയാ കിഴൻ ഉസ്താദിന്റെ പവർ, അവിടെയാ കണാരണ്ടി ഉസ്താദിന്റെ പവർ, അവിടെയാ നമ്മുടെ ആലിമീങ്ങളെ പവർ. ഏത് കിതാബും കൊണ്ടുവന്നാലും ധാരാളം മുതഅല്ലിമീങ്ങൾ ഇരുന്ന് ദർസിൽ പഠിക്കുന്നു. എന്റെ വന്യരായ ഉസ്താദ് പുല്ലൂക്കർ ഉസ്താദ് അല്ലാഹു ദർജ എത്തിക്കൊടുക്കട്ടെ, കിഴൻ ഉസ്താദിൽ പഠിച്ചതാണ്. അപ്പൊ അങ്ങനത്തെ ആലിമീങ്ങൾ, അവരാണ് ആലിമീങ്ങൾ. അല്ലാതെ നിങ്ങൾ വിചാരിച്ചെന്റെ മങ്കൂസ് പോലും തോന്നുന്നൊക്കെ ആലിമീങ്ങളാണ്. മങ്കൂസ് പോലും കാണാതെ വെച്ച ആലിമാവോ? അപ്പൊ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ വിവരമുള്ളവർ, വിവരമുള്ളവരാണ്. അഥവാ ഉള്ളാൾ തങ്ങളാണ് ഇവിടുത്തെ ജുമാ സ്ഥാപിച്ചത്. ഞാനല്ല, ഞാൻ വിവരമുള്ള ആളല്ല, ഞാൻ കമ്പൗണ്ടറാണ്, ഞാൻ ഡോക്ടറല്ല. നിങ്ങൾ ചോദിക്കും നിങ്ങൾ മരുന്നെടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ കമ്പൗണ്ടർക്ക് എടുത്തു കൊടുത്തൂടെ? ഡോക്ടറെ എഴുതി തന്നാല് ഞാൻ കമ്പൗണ്ടറാണ്, ഞാൻ ഡോക്ടറല്ല. ഇരിക്കട്ടെ. പിന്നെ ഇതിൽ പറഞ്ഞ സംഗതികൾ ഒരുപാട് തെറ്റുണ്ട് ഈ ചോദ്യത്തിൽ തന്നെ. അപ്പൊ നാദാപുരത്തെ മുഴുവൻ പണ്ഡിതന്മാരും എന്ന് പറയാൻ നാദാപുരത്ത് ഫത്വക്ക് അർഹതപ്പെട്ട ഒരു പണ്ഡിതനെയും ഇപ്പൊ കാണുന്നില്ല എന്നേ പറഞ്ഞു. ഞാനും അർഹനല്ല, ഞാൻ നാദാപുരത്തുകാർ തന്നെയാണ്, ഞാൻ വയനാട്ടുകാരൊന്നല്ല. ഞങ്ങൾ ആരും ഫത്വക്ക് അർഹതപ്പെട്ട പണ്ഡിതന്മാരാണ് തോന്നുന്നില്ല. നാദാപുരത്തെ മുഴുവൻ പണ്ഡിതന്മാർ എന്നെക്കാളൊക്കെ വിവരമുള്ള ആൾ നാദാപുരത്ത് വേറുണ്ട്. കുഞ്ഞാലി മുസ്ലിയാരത് ഇരിക്കുന്നു, എന്നെക്കാണ് വിവരമുള്ള ആൾ നമ്മളെ സ്റ്റേജ് മേലുണ്ട്. അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല ഇവിടുത്തെ ജുമാ ബാത്തിലാണ്. അപ്പൊ നാദാപുരത്തുള്ള പണ്ഡിതന്മാരൊക്കെ ഇതിനെതിരാണ് എന്ന് പറഞ്ഞാൽ ശരിയല്ലത്. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിന് ഇവിടുന്ന് ന്യായം കുറിച്ചാ വരുന്നത്. ഞാനിവിടെ ഉള്ളാളെ തങ്ങൾ സ്ഥാപിച്ച ജുമാ ബാത്തിലാണ് കുഞ്ഞാലി മുസ്ലിയാർ പറയൂ. കുഞ്ഞാലി മുസ്ലിയാർ വിവരമുള്ള ആളാണ്, അദ്ദേഹം പറയില്ലത്, പറയാൻ കഴിയില്ല. ഇരിക്കട്ടെ. പിന്നെ ഒന്ന് ചോദിച്ചെന്തറിയോ, കിതാബിന്റെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുന്നു. അത് കണ്ടപ്പോഴാണ് ഉള്ളതിൽ രസം തോന്നിയത്. ഈ പള്ളിയില് ഇങ്ങനെ നാദാപുരത്തെ മുഴുവൻ പണ്ഡിതന്മാരും ഈ പള്ളിയിൽ ജുമാ സഹിയാകില്ലെന്ന് കിതാബിന്റെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുന്ന, ഈ പള്ളിയിൽ ജുമാ സഹി തന്നെ ആവൂലാണ്. ഈ പള്ളിയിലെ മോശമായിരിക്കും എന്നാൽ, കാരണം അത് പേരോടിപ്പിച്ചാണല്ലോ അതിന്റെ വിഷയം. അപ്പോ ഈ പള്ളിയിലെ ജുമാ എന്റെ വയസ്സൊക്കെയല്ലേ, ഈ പള്ളിയിൽ ജുമാ സഹിയാവൂല എന്ന് പറയുന്ന പോലും ഷാഫി മദ്ഹബിന്റെ കിതാബിൽ. ഞാൻ ചോദ്യകർത്താവിനോട് ചോദിക്കുന്നു, ആ മൗലവിമാരോട് നിങ്ങൾക്ക് ചോദിച്ചൂടെ, ഈ പള്ളി ഉണ്ടാക്കിയതിന് ശേഷം ഷാഫി മദ്ഹബിൽ ഏത് കിതാബ് ഉണ്ടാക്കിയത്? ഈ പള്ളിയിലെ ജുമാ സഹിയാവൂല എന്ന് ഷാഫി മദ്ഹബിലെ കിതാബിൽ ഉണ്ടാകണമെങ്കിൽ ഈ പള്ളി ഉണ്ടാക്കിയതിന് ശേഷം ഒരു പുതിയ കിതാബ് ഉണ്ടാക്കണ്ടേ ഷാഫി മദ്ഹബിൽ? അത് ഏത് മങ്കൂസാരനാണ് ഉണ്ടാക്കിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ സഹോദരന്മാരെ, ഈ പള്ളി ഉണ്ടാക്കിയതിന് ശേഷം ഷാഫി മദ്ഹബിൽ ഒരൊറ്റ കിതാബ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പള്ളിയിലെ ജുമാ സഹി അല്ലാതെ ഷാഫി മദ്ഹബിൽ ഒറ്റ കിതാബിൽ ഉണ്ടാവില്ല. അത് ആർക്കും മനസ്സിലാകുന്നതാണ്. നാളൊരു മുജാഹിദ് പറഞ്ഞു റസൂലുള്ള മിഅ്റാജിന് പോയിട്ടില്ല. അതെന്താന്ന് ചോദിച്ചു. ആയിഷ ബീവിന്റെ ഹദീസ് ഉണ്ട്, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട്, ഒരു സ്ഥലത്തും പോയോ ഞാൻ അറിയൂല. ഞാൻ ചോദിച്ചു ഇതെന്തൊരു മുജാഹിദാണ്? കാരണം ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ കൂടെ കിടന്നുറങ്ങുന്നത് മദീനത്തുനിന്നാണ്, റസൂലുള്ള മിഅ്റാജിന് പോകുന്ന മക്കത്തുനിന്നാണ്, ഇനി വരുന്നതിന് മുമ്പാ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ കൂടെ വീട്ടിൽ കൂടുന്നതിന് മുമ്പുണ്ടായ സംഭവത്തിൽ ആയിഷ ബീവിന്റെ തുറക്കുന്നുണ്ടാവോ? ഇതുപോലെ ഷാഫി മദ്ഹബിലെ കിതാബുകളൊക്കെ ഈ പള്ളി അറക്കലിടുന്നതിന് മുമ്പെങ്ങാനും ഉണ്ടാക്കിപ്പോയ കിതാബില് ഈ പള്ളിയിൽ ജുമാ സഹിയാവൂല എന്നുണ്ടാവോ? പച്ച കള്ളമല്ലേ പറഞ്ഞത്? അങ്ങനെ ഉണ്ടാവൂല എന്ന് ഉറപ്പല്ലേ? പിന്നെ അത് ചോദ്യം എന്നറിയോ, ഷാഫി മദ്ഹബിന്റെ വല്ല പിൻബലവും നിങ്ങൾ ഇവിടെ ആരംഭിച്ചതായ മഹാന്മാരാൽ സ്ഥാപിക്കപ്പെട്ട ജുമാ ബാത്തിലാക്കിയിട്ട് പുത്തമ്പള്ളിയിൽ ഒരു ജുമാ തുടങ്ങി എന്നാണ് ഹമീദ് മുസ്ലിയാർ പറയും. അത് വലിയ ജുമാഅത്ത് പള്ളിയിലെ മുദരിസാണ്. അദ്ദേഹത്തിന്റെ വാക്ക് നിങ്ങൾ വിലക്കെടുക്കണം. നിങ്ങൾ പുത്തമ്പള്ളിയിലെ ജുമാ നിർത്തിയിട്ട് വലിയ ജുമാഅത്ത് പള്ളിയിലെ ജുമാ രക്ഷപ്പെടുത്തണം എന്ന് ഞാൻ ഇവിടുന്ന് പ്രസംഗത്തിൽ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, പിറ്റത്തെ ആഴ്ച തന്നെ അവിടെ പള്ളി കമ്മിറ്റി ചേർന്നു. പള്ളി കമ്മിറ്റി ആളുകൾക്ക് നല്ലവരാണ്, നമ്മളെ വേദനൊക്കെ വരുന്നവരാണ്, നല്ലവരാണ്. അല്ലാഹു ബർക്കത്തിയിട്ട് അവർക്കൊക്കെ ബർക്കത്തിയിട്ട് അവർ യോഗം ചേർന്നു. പള്ളി കമ്മിറ്റിയുടെ ആളുകൾ യോഗം ചേർന്ന് അവർ പാസാക്കി ജുമാഅത്ത് പള്ളിയിലെ ജുമാ നേരത്തെയാക്കാൻ വേണ്ടി പാസാക്കി. അപ്പൊ ജുമാഅത്ത് പള്ളിയിലെ ജുമാ രക്ഷപ്പെടുത്തി. അത് എന്റെ ഒരു പ്രസംഗം കൊണ്ട് കിട്ടിയതാണ്. ഇൻഷാ അല്ലാഹ് ആഖിറത്തുന്നതിന് അല്ലാഹ് എനിക്ക് കൂലി തരും ഞാൻ മനസ്സിലാക്കുന്നു. വലിയ ജുമാഅത്ത് പള്ളി സ്ഥാപിച്ച മഹാന്മാരെ പൊരുത്തവും എനിക്ക് കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ വലിയ ജുമാഅത്ത് പള്ളിയിലെ ജുമാ മാറ്റി നേരത്തെയാക്കി മാറ്റി. ഞാൻ പിന്നെന്ത് പറഞ്ഞു, ഇവിടെ ജുമാ നടക്കുന്നത് അതിന് ചില കാരണങ്ങളൊക്കെയാണ് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ പറയണ്ടില്ല, അതിന്റെ കേസറ്റ് കേട്ടാ ഇരിക്കട്ടെ. ഇവിടെ ജുമാ നടക്കുന്നത് ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. നിങ്ങളെടുത്ത് ബക്കറ്റും കൊണ്ട് വരുമ്പോ എല്ലാവരും നല്ല പൈസ കൊടുക്കണോ? കേൾക്കാൻ നല്ല രസം ഉണ്ടാവില്ലേ, പഠിക്കാൻ നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല പൈസ കൊടുക്കണം. 1 കോടി രൂപ കടമുണ്ട് എന്നാ പറഞ്ഞത്. എല്ലാവരും നല്ല പൈസ കൊടുക്കണം. ഒരു ചാക്ക് സിമെന്റിന്റെ പൈസ കൊടുക്കാത്ത ആരും ഉണ്ടായിരുന്നു.
എല്ലാവരും സ്ത്രീകൾക്ക് സ്ത്രീകൾ പുരുഷന്മാരൊക്കെ വരുമ്പോൾ എല്ലാവരും കൊടുക്കണം. ദിക്ർ തുടങ്ങാൻ പോകാണ്, ഉസ്താദിന് സമയം പോയി, ഉസ്താദിന് പ്രായമുള്ള സമയത്ത് ബുദ്ധിമുട്ടി പോകും. ഇനി പെട്ടെന്ന് ഇതും കൂടിയുള്ള ചോദ്യം, ഈ ചോദ്യത്തോടെ തീരും. അതുകൊണ്ട് തിരുവള്ളൂർ കാഞ്ഞിരാട്ട് തറയിൽ നിന്ന് വന്ന പെരിഞ്ചേരിയിലുള്ള സ്ത്രീകൾ റോഡിൽ വന്ന് നിൽക്കണം. തിരുവള്ളൂര് കാഞ്ഞിരാട്ട് തറയിൽ നിന്ന് വന്ന സ്ത്രീകൾ പെരിഞ്ചേരിയിലുള്ള സ്ത്രീകൾ റോട്ടിന്റെ അടുക്കൽ വന്ന് നിൽക്കണം. അവരുടെ കൂടെ വന്നവർ വാഹനം കൊണ്ട് പെട്ടെന്ന് അവർക്കെന്തോ ഒരു ആവശ്യത്തിന് പോകേണ്ടതിനാൽ സ്ത്രീകളെ കാത്തു നിൽക്കുകയാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ജുമാഅത്ത് പള്ളിയിലെ ജുമാ സഹീഹാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഇവിടുത്തെ സാധാരണക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നാദാവൃത്തിയാർ സാധാരണക്കാര് നല്ല ഭക്ഷണം കഴിക്കുന്നവരല്ലേ, അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ പുത്തമ്പള്ളിയിലെ ജുമാ നടത്തിയ ആളുകളോടൊരു ചോദ്യം, ഞാൻ വെറുതെ പറയല്ല, ഇപ്പൊരേ താമസിക്കുന്ന മഹമ്മൂദ് ഉണ്ട്, സാധാരണക്കാരൻ, എന്നോട് പറഞ്ഞു, ഉസ്താദെ ജുമാഅത്ത് പള്ളിയിലെ ജുമാ നേരത്തെയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഇതുവരെയുള്ള ഞാളെ ജുമയെല്ലാം കലവലിയാന്ന് മനസ്സിലായത്. അവൻ പറഞ്ഞ വാചക, ഞാളെ ജുമയല്ല ഒരു കൊല്ലത്തോ 1.5 കൊല്ലം കലവലിയാന്ന് മനസ്സിലായത്. അപ്പൊ നിങ്ങൾ ചോദിച്ചു അപ്പുറക്കാരൻ മഹമ്മൂദ്. അപ്പൊ സാധാരണക്കാർക്ക് മനസ്സിലായി, കൊല്ലങ്ങളായിട്ട് കുറെ മാസങ്ങളായിട്ട് നാദാവത്തെ ജനങ്ങളെ ജുമയെ ബാത്തിലാക്കുകയായിരുന്നു പുത്തമ്പള്ളിയിലെ ജുമയെ കൊണ്ടുണ്ടായത്. പേരോട് അബ്ദുറഹ്മാൻ വന്ന് പ്രസംഗിച്ചപ്പോഴാണ് അതിന്റെ ആൾക്കാർക്ക് നേരം വെളുത്തത് എന്ന് ബുദ്ധിയും വിവരമുള്ള നാദാവർക്കാർക്ക് മനസ്സിലായി. അൽഹംദുലില്ലാ, നമ്മളെ നാട്ടുകാർ മോശമായിട്ടില്ല, അല്ലാഹ് അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ നാട് അതിന്റെ ബർക്കത്ത് കാണിക്കുന്നു. അങ്ങനെ ജുമാഅത്ത് പള്ളിയിലെ ജുമ നേർച്ചയാക്കി. നമ്മളെ ഇവിടുത്തെ ജുമ, ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഖുതുബ കേൾക്കുന്ന ജുമയാണ്. ഖുതുബ കേൾക്കാൻ തന്നെ വലിയൊരു സൽക്കർമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ അത്യാവശ്യമാണ് ഖുതുബ കേൾക്കരുത്. കാരണം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ, ഒക്കെ നിർത്തിയിട്ട് നിങ്ങൾ ഖുതുബക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ. എന്തിനാണത്? ഇദാ ഖുരിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ എന്ന ആയത്തിന്റെ തഫ്സീർ വരെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറയുന്നു ഖുതുബയാണ് ഉദ്ദേശം. അപ്പൊ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ്. അപ്പൊ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക. ലോകൊട്ടാകുള്ള മുസ്ലിമുകൾ ഖുതുബ കേൾക്കുന്നുണ്ട്, നാദാവത്ത് മാത്രമേ ഖുതുബ കേൾക്കാണ്ടുള്ളൂ. അപ്പൊ ഖുതുബ കേൾക്കുക. ചിലര് പറയുന്ന 40 ആള് കേട്ടാ മതി എന്ന് കിതാബിലില്ലേന്നാ. ഈ ഫിഖ്ഹിന്റെ കിതാബ് ശരിക്കും മനസ്സിലാക്കാത്തതാണ് എല്ലാ അബദ്ധവും. ഫിഖ്ഹിന്റെ കിതാബ് അവരൊന്ന് മറച്ചു നോക്കട്ടെ. മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള സ്ഥലം മറച്ചാ മതി എന്ന് ഫത്വൽ മുഅല്ലില്ലേ നിസ്കരിക്കുമ്പോ. എന്നാ ഇനി അങ്ങോട്ട് നമ്മളെ പള്ളിയിലെ കാലിയാർ മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറിച്ചിട്ട് ഒന്ന് ഖതീബായിട്ട് ഖുത്ബ നിസ്കരിക്കട്ടെ, ഫത്വൽ മുഅല്ലില്ലേ? പറ്റൂലേ? സഹിയാവൂലേ? മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറച്ചാ പോരെ. പക്ഷെ മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറിച്ചിട്ട് ഒരാളെ നിങ്ങൾ ഇമാമത്ത് നിർത്തുവോ, ഖതീബാക്കോ, ഖാദിയാക്കോ? അപ്പൊ മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറച്ചാ മതി എന്ന് ഫത്വൽ മുഅല്ലിണ്ട്. നിസ്കാരം സഹിയാവും. സഹിയായാ മതിയോ? പൂർണ്ണമാകണ്ടേ? അപ്പൊ പള്ളിയിലെ ഖതീബ് മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറിച്ചിട്ട് അങ്ങ് നിസ്കരിച്ചാ പോരാ. അതുപോലെ ഖുതുബ 40 ആള് കേട്ടാ മതിയാകും, മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറിച്ചാലും മതി ഖതീബ്. പക്ഷേ അള്ളാഹുവിന്റെ മലക്കുകൾ തന്നെ ഖുതുബ കേൾക്കാൻ വേണ്ടി വന്ന് ശ്രദ്ധിച്ചിരിക്കുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഇദാ ഖറജൽ ഇമാമു തവൗ സൂഫഹും യസ്തമിഊന അദ്ദിക്റ, ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി മലക്കുകൾ അതാ വന്നിട്ട് മലക്കുകൾ സദസ്സിൽ വന്ന് ഖുതുബയുടെ സദസ്സിലിരിക്കുന്നു. മലക്കുകൾ ഖുതുബ കേൾക്കൽ ഷർത്തുണ്ടോ? ഇല്ല. ഫർളുണ്ടോ? ഇല്ല. നമുക്ക് സുന്നത്തുണ്ടോ? മലക്കുകൾ കേൾക്കലില്ല. പക്ഷെ മലക്കുകൾ ആ സദസ്സിൽ പോയി കേൾക്കുകയാണ്. കാരണം ഇത് കേൾക്കേണ്ട സംഗതിയാ, മലക്കുകൾ പങ്കെടുക്കുന്ന സംഗതിയാണ്. അവർ ശ്രദ്ധിച്ച് കേൾക്കുക ഖുതുബ. അത്ര പവറുള്ളതാ ഖുതുബ. ആ ഖുതുബ മലക്കുകൾ വരെ കേൾക്കുകയാണ്. നമുക്കിത് കേൾക്കാൻ ഭാഗ്യം കിട്ടിയ എന്ന് പറഞ്ഞാൽ നഷ്ടല്ലേ അത്? അപ്പൊ ഖുതുബ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ജുമാഅത്ത് പള്ളിയുടെ മേലെ തട്ടിലേക്ക്, ഈ കല്ലാച്ചിയുടെ ഭാഗത്തു നിന്ന് വരെ, പെട്രോൾ പമ്പിന്റെ അപ്പുറത്തു നിന്ന് വരെ വരുന്ന വയസ്സുള്ള ആളുകൾക്ക് നടന്നവിടെ പോയി ജുമയിൽ പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ടും, ഈ റോഡിന്റെ വിഷമവും, കുട്ടികൾ റോട്ടിലൂടെ പോകുന്നതുകൊണ്ട് പ്രയാസങ്ങളും, ഇങ്ങനെ 100 പ്രശ്നങ്ങൾ ഇവിടെ ജുമയ തുടങ്ങുന്നതിന്റെ കാരണങ്ങൾ വിവരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇവിടെ വാഹനമുള്ളവർക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, റോട്ടുമുള്ള ബ്ലോക്കിന്റെ പ്രശ്നമില്ല, കുട്ടികൾ സ്കൂളിലെ കുട്ടികൾക്ക് റോട്ടുമുള്ള കൂടെ പോയിട്ട് അപകടം വരുന്ന പ്രശ്നമില്ല, വയസ്സുള്ളവർക്ക് നടന്നു പോകേണ്ട വിഷയമില്ല. അതിന്റെ ഒക്കെ പുറമെ ഖുതുബ കേൾക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാനന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ജുമഅ തുടങ്ങിയത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ എന്നാ പിന്നെ ഇനി എന്താ വേണ്ടത്? ഇനി വേണ്ടത് പുത്തമ്പള്ളിയിൽ ജുമഅ തുടങ്ങിയവർ പറഞ്ഞ കാരണം, സ്വകാര്യം പറഞ്ഞാണേ, പരസ്യമായിട്ടല്ല, പറഞ്ഞ കാരണം ഇവിടെ ജുമഅ തുടങ്ങുന്ന, അതുകൊണ്ട് ഇപ്പൊ തുടങ്ങണമെന്നാ. അപ്പൊ ഇവിടെ ജുമഅ തുടങ്ങാതിരിക്കാനാണ് പുത്തമ്പള്ളിയിൽ ഒത്തു തുടങ്ങിയത്.
ജുമ തുടങ്ങിയത്. ഇവിടെ ജുമ തുടങ്ങിയല്ലോ, ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം ഒരു മരുന്ന് കുടിച്ചിട്ട് ഫലമില്ലാന്ന് തോന്നിയാൽ പിന്നെ മരുന്ന് ആരും കുടിക്കുവോ? അപ്പൊ ആ ഹുത്ബയും ജുമയും ഇനി നടത്തേണ്ടിയിട്ട് മരുന്ന് കുടിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് ഉറച്ച് ഇനി മരുന്ന് എന്തിനു കുടിക്കണം? അപ്പൊ പുത്തമ്പള്ളിയിലെ ജുമ ഇനി അവിടെ നടത്തേണ്ട യാതൊരു ആവശ്യമില്ല, പണ്ടെങ്ങാനും നിർത്തേണ്ടതാണ്. കമ്മിറ്റിയുടെ ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നെ തന്നെ ഒരാൾ വിളിച്ചിട്ട് മധ്യസ്ഥ എന്നുള്ള ആൾക്ക് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെ പള്ളിയിലെ ജുമ ഞങ്ങൾ നിർത്തുക, എന്നാ പുത്തമ്പള്ളിയിലോ ഞാൻ നിർത്തിക്കൊള്ളാതാണ്. അപ്പൊ മനസ്സിലായല്ലോ അത് അവിടെ ആവശ്യമില്ലാണ്ട് നടത്തുകയാണ്. എനിക്കിത് നിർത്തണമെങ്കിൽ പുത്തമ്പള്ളിയിൽ ജുമ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് നിർത്തുമ്പോൾ നിർത്തിക്കളയാ വിചാരിക്കാം. അപ്പൊ ഞാൻ അതുകൊണ്ടല്ലല്ലോ തുടങ്ങിയത്, അതുകൊണ്ട് എനിക്ക് നിർത്താൻ പറ്റൂല. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, പുത്തമ്പള്ളിയിലെ ജുമ അനാവശ്യ ജുമയാണ്. അത് നിർത്തിയിട്ട് അതാ വലിയ ജുമാഅത്ത് പള്ളിയിലെ ജുമയെ രക്ഷപ്പെടുത്തണം. രണ്ടാമത് ഞാൻ പറയട്ടെ, ഇനി ഫിഖ്ഹിന്റെ കിതാബല്ലേ തെളിവ് ചോദിച്ചത്? വലിയാരെ ഇതൊക്കെ നിങ്ങളെ ബാധല്ലേ? ഫിഖ്ഹിന്റെ കിതാബിന്റെ തെളിവല്ലേ ചോദിച്ചത്? തുഹ്ഫയിലുണ്ടോ നിഹായയിലുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ ഫിഖ്ഹിന്റെ കിതാബ് വായിച്ചു കേൾക്കും. തുഹ്ഫയാ വായിക്കുന്നത്. ശാഫിഈ മദ്ഹബിൽ തുഹ്ഫത്തുൽ മുഹ്താജിനെ കവച്ചു വെക്കുന്ന ഒരു മുഹ്തമദായ കിതാബില്ല, അതാ വായിക്കുന്നത്. കേട്ടോളൂ, ആർക്കും തർക്കമില്ലല്ലോ. നാദാപുരത്ത് 4 ജുമ ഉണ്ട്. ഇപ്പോ 4 ജുമയിൽ 1 മീറ്റിംഗാണ്. ഒന്ന് മുജാഹിദിന്റെത്. മുജാഹിദിന്റെ മീറ്റിംഗ് തുടങ്ങിയപ്പോ ഒറ്റ മൊയ്ലാരും പറഞ്ഞില്ലല്ലോ നിങ്ങൾ മുജാഹിദിന്റെ പള്ളിയിൽ പോണ്ടാന്ന്. നേരെ മറിച്ച് ഈ പള്ളിയിൽ വരണ്ടാന്ന് പറയാൻ എത്ര മൊയ്ലാരുണ്ടായി? മുജാഹിദിന്റെ പള്ളിയിൽ പോണ്ടാന്ന് പറഞ്ഞോ ഈ മൊയ്യന്മാര്? ഈ അരമൊയ്യന്മാര് പറഞ്ഞോ? എന്തേ പറയാതിരുന്നത്? മുജാഹിദ് ആയാലും അവർക്കൊരു കുഴപ്പമില്ല, സുന്നിയായി പോയാലേ കുഴപ്പമുള്ളൂ. അപ്പൊ ആ മുജാഹിദിന്റെ പള്ളി എന്ന പേരിൽ മുജാഹിദ് പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ പച്ചമലയാളത്തിൽ പ്രസംഗിക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ ആഖിറത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളോട് പറയുന്നു, ആ മുജാഹിദിന്റെ ജുമയാണെന്ന നിലക്ക് നിങ്ങൾ പോയി നിസ്കരിക്കുന്ന ഒരൊറ്റ നിസ്കാരവും സഹീഹല്ല. നിങ്ങളെ ജുമ ബാത്തിലാണ്, നിസ്കാരം ബാത്തിലാണ്. അതിൽ പങ്കെടുത്തു പോയ ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് ളുഹർ ഖളാ വീട്ടണം. ഒരിക്കലും തന്നെ മുജാഹിദിന്റെ ജുമയാണെന്ന് മനസ്സിലാക്കി മലയാളത്തിലുള്ള ഖുത്ബയിൽ പോയി പങ്കെടുത്ത് നിങ്ങളെ ജുമ വീട്ടി എന്ന് നിങ്ങൾ ധരിക്കണ്ട. ഞാനിത് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ സ്വീകരിക്കോ ഇല്ലേ, എനിക്കത് നോക്കേണ്ടതില്ല. പടച്ചവന്റെ കോടതിയിലെത്തുന്ന സമയത്ത് അള്ളാഹുവിനോട് ഞാൻ തുറന്നു പറയും, മുജാഹിദിന്റെ ജുമ അത് സഹീഹല്ലെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബില്, അതുപോലുള്ള മറ്റ് മഹാന്മാരെ കിതാബില് ഖുത്ബ അറബിയിൽ തന്നെ ആകണം നിബന്ധനയാണ്, ഇല്ലെങ്കിൽ ഖുത്ബ സഹീഹല്ല എന്ന് വ്യക്തമായി പറഞ്ഞതിനാൽ മലയാള ഖുത്ബ നടക്കുന്ന മുജാഹിദിന്റെ ജുമ സഹീഹല്ല, സഹീഹല്ല, സഹീഹല്ല. അത് ബാത്തിലാണ്, ബാത്തിലാണ്, ബാത്തിലാണ്. സർവ്വ മലക്കുകളെയും സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, സർവ്വ മോമിനീങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ. എന്നാ സഹോദരന്മാരെ, പിന്നെ നാദാപുരത്തൊരു 3 ജുമ. ഇതിന്റെ മസലയും ചോദിച്ചത് കൊണ്ട് പറയണല്ലോ. ഞാൻ വേറെ പല വസലയും ചോദിച്ചൊക്കെ പറഞ്ഞു, ഇത് മാത്രം പറയാതിരുന്നാൽ പടച്ചവന്റെ അടുക്കൽ ഞാൻ കൊടുങ്ങും. അതുകൊണ്ട് ഞാൻ തുറന്നു പറയാണ്, തുഹഫ വായിച്ചുകൊണ്ട് പറയാണ്. ശരിക്കും കേട്ടോ, 1-ലധികം ജുമ നാദാപുരത്ത് വേണം എന്നതിൽ അപ്പുറത്ത് പറയുന്ന മുസ്ലിയാമാർക്ക് തർക്കമില്ലല്ലോ. 1-ലധികം വേണം എന്നവരും പറയുന്നുണ്ടല്ലോ. എന്നാ 1-ലധികം ജുമ നടക്കുമ്പോ ആ ജുമയുടെ വിധി എന്താണെന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ പറയുന്നു. അമ്മാ മാ യജൂസു ഫീഹി തഅദ്ദുദു, 1-ലധികം ജുമ പറ്റുന്ന സ്ഥലത്ത് ഫതഅദ്ദദത് ബിസിയാദത്തിൻ അലൽ ഹാജതി, ആവശ്യത്തിൽ കൂടുതൽ എണ്ണമായാൽ. ഇപ്പൊ അപ്പറയുന്ന ആളുകൾ പറയുന്നു ആവശ്യത്തിൽ ഏറെ കൂടിപ്പോയി എന്നല്ലേ. 1-ലധികം വേണം, പക്ഷേ 1 കൂടിപ്പോയി, അതേതാന്നല്ലേ തർക്കം പറയുന്നത്. അപ്പോ ആവശ്യത്തിൽ കൂടുതൽ എണ്ണം കൂടിയാൽ ഏതാണ് സഹീഹ്, ഏതാണ് സഹീഹ്? ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിൽ പറയുന്നു, ഫതസിഹു സാബിഖാതു ഇലാ അൻ തൻതഹിയൽ ഹാജ സുമ്മ തബ്തുലു സായിദാത്ത്. ആദ്യം കഴിയുന്നത് ഓരോന്നോരോന്നായി സഹീഹാകും. അപ്പൊ നാദാപുരത്ത് ആദ്യം തുടങ്ങുന്ന ജുമ ഏതാണ്? ആദ്യം തുടങ്ങുന്നത് നമ്മളെ ജുമ. അപ്പൊ ആദ്യത്തെ ജുമ എന്ന നിലക്ക് ഇപ്പള്ളിയിലെ ജുമ 1-മത് സഹീഹാകും. 2-മത് നടക്കുന്ന വലിയ ജുമാഅത്ത് പള്ളിയിലെ ജുമ അതും സഹീഹാകും. പിന്നെ 3-മത് നടക്കുന്ന പുത്തമ്പള്ളിയിലെ ജുമ തുഹഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതനുസരിച്ച് അതാവത്തബ്തുലു, അതെ ആദ്യം കഴിയുന്നത് ആവശ്യത്തിനുള്ളത് സഹീഹാകും. അത് കഴിഞ്ഞ ഫതസിഹു സാബിഖാതു, മുൻകടക്കുന്നത് സഹീഹാകും. ഇലാ അൻ തൻതഹിയൽ ഹാജ, ആവശ്യം തീരുന്നത് വരെ. ആവശ്യം അങ്ങ് തീർന്നാലോ ഇവിടത്തെ ജുമയിൽ മൈക്ക് പറ്റുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഇവിടത്തെ ജുമക്ക് വരളും. ഇവിടുത്തതാണ് മുൻകടക്കുന്നത്.
മൈക്കിൽ ഖുത്ബോദിയാ പറ്റുമെന്ന ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും പറയും. വളരെ ഒറ്റപ്പെട്ട ചില മഹാന്മാർക്ക് മാത്രമേ ഇല്ലെന്ന അഭിപ്രായമുള്ളൂ. ഇരിക്കട്ടെ, അപ്പൊ ഇവിടുത്തെ ജുമാ മൈക്കിൽ ഖുത്ബോദിയാൽ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഇവിടുത്തെ ജുമയിൽ പങ്കെടുത്തു. ഒന്നാമത്തത് സഹീഹായി. എന്നാൽ ഇവിടുത്തെ ജുമ സഹീഹല്ല മൈക്ക് വെക്കുന്നത് കൊണ്ട് എന്നാണ് മറ്റുള്ളവർ പറയുന്നതെങ്കിൽ വലിയ ജുമാഅത്ത് പള്ളിയിലെ ഖുത്ബയും ജുമയും അവർക്കും സഹീഹായി, രണ്ടാമത്തതും സഹീഹായി. മൂന്നാമത് പുത്തൻ പള്ളിയിൽ നടക്കുന്ന ജുമ, അതിനെ സംബന്ധിച്ചാണ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് വ്യക്തമായി തന്നെ. അതും അതുപോലത്തതിനെ സംബന്ധിച്ചുമാ പറഞ്ഞത്. അതേ, ഫതസിഹു സാബിഖാതു ഇലാ അൻ തൻതഹിയൽ ഹാജതു സുമ്മ തബ്തുലു സായിദാത്ത്. പിന്നെ നടക്കുന്നതൊക്കെ ബാത്തിലാകും. അപ്പൊ ഇവിടുത്തെ ജുമ ഒന്നാമത്തത് സഹീഹ്, വലിയ ജുമാഅത്ത് പള്ളിയിലെ ജുമയും സഹീഹ്, പുത്തൻ പള്ളിയിലെ ജുമ ഗോളത്തിലാകും. ഇതാണ് ശാഫിഈ മദ്ഹബിലെ മുഅ്തമദായ കിതാബ് ശറഹുൽ മിൻഹാജ് തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ന് ശാഫിഈ മദ്ഹബ് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. കിതാബ് പറഞ്ഞില്ലെന്നൊന്നും പറയണ്ട. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ആള് കമ്പൗണ്ടറാണെങ്കിലും ഞാൻ ഡോക്ടർമാരെടുത്തുനിന്ന് കിട്ടിയ ലീസ്റ്റ് അനുസരിച്ചാണ് വായിക്കുന്നത്, സ്വന്തം വകയിലല്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. നമുക്ക് ദിക്ർ ചൊല്ലണം. സഹോദരന്മാരെ, നമുക്ക് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. 7 ദിവസം പ്രസംഗിച്ച വിഷയങ്ങൾ: 1, നീതിയുള്ള ഭരണാധികാരി; 2, അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വന്ന ചെറുപ്പക്കാരൻ; 3, അള്ളാഹുവിന്റെ പള്ളികളുമായി ബന്ധപ്പെട്ട ഹൃദയമുള്ളവർ; 4, അള്ളാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിച്ചു ജീവിച്ച് മരിച്ചവർ; മറ്റൊന്ന്, അതേ വറജുലുൻ അശ്ലീല പ്രവർത്തനത്തിന് വേണ്ടി സൗന്ദര്യവതിയായ തറവാട്ടുകാരിയായ സ്ത്രീ ക്ഷണിച്ചപ്പോൾ അള്ളാനെ ഭയപ്പെട്ട് മാറിക്കളഞ്ഞ ചെറുപ്പക്കളഞ്ഞ പുരുഷൻ; അതുപോലെ സദഖ കൊടുക്കുമ്പോ വളരെ രഹസ്യമായി പടച്ച റബ്ബിന് വേണ്ടി സദഖ കൊടുത്തവൾ; പിന്നെ ഇന്നലെ പറഞ്ഞതോ വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ, അള്ളാഹുവിനെ ഓർമ്മിച്ചപ്പോൾ പടച്ചവനെ പേടിച്ച് കണ്ണിൽ വെള്ളമൊലിപ്പിച്ച് കരഞ്ഞുപോയവൻ. ഈ 7 കക്ഷികൾക്ക് തണല് കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹു ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. അർശിന്റെ തണൽ അള്ളാഹു നൽകുമാറാകട്ടെ. എന്റെ പ്രസംഗത്തിന്റെ സദസ്സിൽ വന്നവരോട് ഒറ്റ വാക്കിൽ ഞാൻ എന്റെ ചെറുപ്പക്കാരോടും കാരണവന്മാരോടും ഉമ്മമാരോടും പറയുന്നു, ഈ 7 വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പല സംഗതിയും സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിസ്കാരത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു വസിയ്യത്തായി പറയട്ടെ, എല്ലാ വിഷയത്തിലും നല്ല മുൻപന്തിയിലുള്ള ചില ആളുകളുണ്ട്. ധർമ്മം ധാരാളം കൊടുക്കും, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും, സാധുക്കൾക്ക് പിരിവെടുത്തു കൊടുക്കും, അതുപോലെ എല്ലാ സംഗതിയിലും മുൻപന്തിയിൽ ഉണ്ടാകും. അതുപോലെ മരിച്ച വീട്ടിൽ ഒത്താശയാക്കും, കല്യാണ വീട്ടിൽ ഒത്താശയാക്കും, ആലിമീങ്ങളെ ബഹുമാനിക്കും, തങ്ങന്മാരെ ബഹുമാനിക്കും, ഒക്കെ റെഡിയാണ്. പക്ഷേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കളിയാണ്. സുബഹിക്കരിക്കാതെ കിടന്നുറങ്ങി കളിയും, ഇശാഇക്കരിക്കാതെ കിടന്നുറങ്ങി കളിയും, ളുഹറും അസ്റും മഗ്രിബും ഇല്ലാതെ ജീവിച്ചു പോകും. ഓ മനുഷ്യ, നീ അക്കൂട്ടത്തിൽ പെട്ടുപോകല്ലേ, ഒരിക്കലും പെട്ടുപോകല്ലേ, ഒരിക്കലും പെട്ടുപോകല്ലേ. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുന്ന കരച്ചിൽ. അല്ലാഹുവിന്റെ റസൂൽ തേങ്ങി തേങ്ങി കരയുന്ന സുജൂദിൽ നിന്ന് സ്വഹാബത്ത് ചോദിക്കുന്ന നബിയെ, എന്തേ ഇങ്ങനെ കരയുന്നു? അല്ലാഹ് എനിക്കൊരായത്തിറക്കിയിരിക്കുന്നു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ. നല്ല നല്ല ആളുകൾക്ക് ശേഷം ചില ആളുകൾ ലോകത്ത് വരുന്നു. അവർ നിസ്കാരം കളാക്കുന്നു, നിസ്കാരം പാഴാക്കുന്നു, തടീച്ചക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നു. അവർ വലിയ കഠിനമായ ശിക്ഷയുള്ള നരകത്തിൽ, കഠിനമായ ശിക്ഷയിൽ അവരാപതിക്കുന്നു. എത്ര സ്ഥലത്താ ഖുർആനിൽ പറഞ്ഞത്? അതുകൊണ്ട് അത്തരത്തിൽ നിസ്കാരം കളാക്കുന്നവരിലും നിസ്കാരം കൈയൊഴിക്കുന്നവരിലും പെട്ടുപോകരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഓ ചെറുപ്പക്കാരെ, ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിലെ
ശത്രുക്കൾ കൊണ്ടുപോയി കൊല്ലാൻ നോക്കുന്ന സമയത്ത് നിന്റെ അവസാനത്തെ ആശ എന്താണ് ഖുബൈബേ എന്ന് ചോദിച്ചപ്പോ ഖുബൈബ് പറഞ്ഞ മറുപടി നിങ്ങൾ ബുഖാരിയിൽ കണ്ടില്ലേ? ദഊനി ഉസല്ലി റകഅതൈൻ. ഓ ശത്രുക്കളെ, എന്നെ കൊല്ലുന്നതിന്റെ മുമ്പേ ഒരു 2 റകഅത്ത് നിസ്കരിക്കാൻ സമയം തരണേ. വളരെ പെട്ടെന്ന് 2 റകഅത്ത് നിസ്കരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ടവര് പറഞ്ഞില്ലേ, ലൗലാ അൻ തഹ്സബൂ അന്നമാ ബി ജസഉൽ ലസിത്തു. എനിക്ക് നിസ്കരിച്ചിട്ട് എന്റെ ആശ തീർന്നിട്ടില്ല. ശത്രുക്കളായ നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുമ്പോ 2 റകഅത്ത് നിസ്കരിക്കാൻ ഞാൻ സമയം ചോദിച്ചു വാങ്ങി. ഞാൻ വളരെ പെട്ടെന്ന് നിസ്കരിച്ചു. നിങ്ങൾ എന്നെ പറ്റി വിചാരിക്കും ഖുബൈബിന് മരിക്കാൻ പേടിയാണ്, അതുകൊണ്ട് നിസ്കരിച്ച് നേരം പോക്കാണ് നിങ്ങൾ വിചാരിക്കും. ഇല്ലെങ്കിൽ ഞാൻ നിസ്കരിച്ചിട്ട് എന്റെ യജമാനനായ റബ്ബിന് മരിക്കുന്നതിന് മുമ്പ് ഞാൻ അള്ളയായിട്ട് നടത്തുന്ന സംഭാഷണമല്ലേ നിസ്കാരം. എല്ലാം തന്ന രാജാവിനോട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ടത് പറഞ്ഞിട്ട് എന്റെ ആശ തീർന്നിട്ടില്ല. എനിക്കിനിയും ധാരാളം നിസ്കരിക്കാൻ ആശയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കൊല്ലാൻ നിങ്ങൾ ഒരുങ്ങിയ സ്ഥിതിക്ക് ഞാനിതാ നിൽക്കുന്നു. സഹോദരന്മാരെ, അല്ലാഹുവിനെ പ്രിയം വെച്ച ഒരു മനുഷ്യനും ഫർള് നിസ്കാരം പോയി സുന്നത്ത് നിസ്കാരം തന്നെ കൈയൊഴിക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് കൃത്യമായി നിസ്കരിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കണം. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ കുറച്ച് ദിവസം നിന്റെ ദീനിന്റെ ഇൽമു പറഞ്ഞു. ഇൽമുണ്ടോ പഠിച്ചാ തീരുന്നു, ഇൽമുണ്ടോ പറഞ്ഞാ തീരുന്നു. ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കരുത് റഹ്മാനേ. ഇനിയും നിന്റെ ദീനിന്റെ ഇൽമു പറയാനുള്ള മജ്ലിസുകൾ ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. വളരെ പ്രായമുള്ള സമയത്തും വളരെ പ്രയാസം പറഞ്ഞപ്പോഴും ഉസ്താദ് വരണമെന്ന് നിർബന്ധിച്ചിട്ട് ഈ സദസ്സിൽ വന്ന ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് അവർകൾക്കും അതുപോലെ സയ്യിദ് അലി ബാഫഖി തങ്ങൾ അവർകൾക്കും BPM ഉസ്താദിനും മറ്റു പണ്ഡിതന്മാർക്കും എല്ലാ നേതാക്കൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും ഇവിടെ ഈ വാളിന്റെ സദസ്സിൽ ഇന്ന് വരെ വന്ന ഏത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും നാട്ടുകാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും നിന്റെ കാരുണ്യം ചൊരിക്കണേ റഹ്മാനേ. നിന്റെ പൊരുത്തം തരളേ റഹ്മാനേ. നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കഴിവനുസരിച്ച് സഹായിച്ചവരും സഹായിക്കുന്നവരുമുണ്ട്. മുഴുവൻ ആളുകൾക്കും നീ ദുനിയാവിലും لا إله إلا الله 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 لا إلا الله لا إله 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 إلا
illallah, la ilaha 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 illallah, വാഹനം ഇതിലെങ്ങനെ ഉറങ്ങും. ആ നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് പ്രവർത്തിക്കാൻ പറ്റി കുറച്ച് കസേര സൈഡിൽ എടുത്ത് മാറ്റി നിങ്ങൾ തലയിലോ ഒക്കെ പൊട്ടിപ്പിടിക്കും. ആ സൈഡിൽ ഒരു 4-5 കസേര എടുത്ത് ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്.